സഹകാരി റേസ് പ്ലസിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ക്ലാസ്സിന്റെ ഭാഗമായി നടത്തുന്ന ഫ്രീ സീരീസിലെ ഒരു ഇക്കണോമിക്സ് ക്ലാസ്സിലേക്കാണ് ഇന്ന് പോവാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇത് ഇക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ബികോം, മാത്സ് ഇങ്ങനെ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ അപ്പിയർ ചെയ്യുന്ന ഒരു എക്സാം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സബ്ജക്റ്റുകൾ ചിലർക്ക് അറിയുകയും മറ്റത് അവർ അത്രയും സ്ട്രോങ് ആവാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ പരിമിതികളെ എല്ലാം മറികടന്നുകൊണ്ട് എല്ലാ സബ്ജക്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർക്കും വളരെ മികച്ച രീതിയിൽ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നിങ്ങളെ കേപ്പബിൾ ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ കോഴ്സിന്റെ ലക്ഷ്യം തന്നെ. അപ്പോൾ നമുക്ക് എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് ആദ്യമായിട്ട് പോകാം. ഇന്ന് ഞാനിവിടെ ഒരു PYQവിലൂടെ, അതായത് തൊട്ടു മുന്നേ നടന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യനിലൂടെയാണ് ക്ലാസ് ആരംഭിക്കാൻ പോകുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. If two goods were perfect complements, their indifference curve would be right angle, straight lines, parabolic, rectangular hyperbolas. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു പക്ഷേ ഇക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർക്ക് പെട്ടെന്ന് അതിന് ആൻസർ ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷേ മാത്സോ ബികോമോ ഒക്കെ വന്നവർക്ക് ഇതിന്റെ ക്വസ്റ്റ്യനിൽ വളരെ കൺഫ്യൂഷൻസ് ഉണ്ടാവാം. ഇനി എക്കണോമിക്സ് തന്നെ പഠിച്ച് കുറച്ച് ഇയർ ഗ്യാപ്പ് ഒക്കെ വന്നവരിൽ ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കും, ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ വളരെ സ്മൂത്ത് ആയിട്ട് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ഒന്നുകൂടി വരാം. നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം അല്ലെ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ ടോപ്പിക്ക് ഇൻഡിഫറൻസ് കർവിനെ പറ്റിയിട്ടാണ്. ഇൻഡിഫറൻസ് കർവ് അഥവാ നിസ്സംഗത വക്രം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. നിങ്ങൾ കേട്ടിട്ടില്ലേ, ചില ആൾക്കാർ എന്ത് ചോദിച്ചാലും അവർ ഭയങ്കര ഇൻഡിഫറൻ്റ് ആണ് അല്ലേ. നിനക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആപ്പിൾ വേണോ ഓറഞ്ച് വേണോ, എനിക്ക് എന്തായാലും മതി അല്ലേ. അവർക്ക് രണ്ട് കിട്ടിയാലും ഒരേ സാറ്റിസ്ഫാക്ഷനാ എന്ന് പറയുന്ന അവരെല്ലാ കാര്യങ്ങളിലും ഇൻഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് നമ്മുടെ ഇക്കണോമിക്സിൽ ഒരു ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻ ഇൻഡിഫറൻറ്റ് കർവ് ഈസ് എ കർവ് that represents all the combinations of goods that give the same satisfaction to the consumer. അതായത് ഒരു കൺസ്യൂമറിന് സെയിം സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഗുഡ്സിന്റെ കോമ്പിനേഷൻസിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇൻഡിഫറൻസ് കർവ്. ആൻ ഇൻഡിഫറൻസ് കർവ് ഈസ് എ കർവ് ദാറ്റ് റെപ്രസെന്റ്സ് ഓൾ ദ കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സ് ദാറ്റ് ഗിവ് ദ സെയിം സാറ്റിസ്ഫാക്ഷൻ ടു ദ കൺസ്യൂമർ. ഇവിടെ ഞാനാണ് കൺസ്യൂമർ എങ്കിൽ എനിക്ക് ഒരേപോലത്തെ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഗുഡ്സിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഉണ്ട്. ആ കോമ്പിനേഷൻസിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഒരു ഇൻഡിഫറൻസ് കർവ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. സിൻസ് ഓൾ ദ കോമ്പിനേഷൻസ് ഗീവ് ദ സെയിം amount of satisfaction, the consumer prefers them equally, hence the name indifference curve. എന്തുകൊണ്ടാണ് ഈ പേര് വന്നത്? അതായത് ഇവിടെ എല്ലാ കോമ്പിനേഷൻസും സെയിം സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഓരോ ഗുഡ്സിനോടുമുള്ള പ്രിഫറൻസും ഏകദേശം ഈക്വലൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ കാരണം ഏത് കിട്ടിയാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളൊരവസ്ഥയല്ലേ. അതുകൊണ്ടാണ് ഇതിന് ഇൻഡിഫറൻസ് കർവ് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോയാലോ. ഇവിടെ ഒരു എക്സാമ്പിള് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. എന്താണ് എക്സാമ്പിൾ എന്ന് നോക്കാം. പീറ്റർ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ 1 യൂണിറ്റ് ഓഫ് ഫുഡും 12 യൂണിറ്റ്സ് ഓഫ് ക്ലോത്തിങ്ങുമാണ് അദ്ദേഹത്തിന്റെ ആവശ്യം എന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടത്തെ നമ്മുടെ ആദ്യത്തെ അദ്ദേഹത്തിന്റെ പ്രിഫറൻസിനെ നമുക്ക് എന്തെന്ന് പറയാം, 112 ആണ് അല്ലെ. അതായത് 1 യൂണിറ്റ് ഓഫ് ഫുഡും 12 യൂണിറ്റ് ഓഫ് ക്ലോത്തിങ്ങും ആണ്. ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ആരോട് ചോദിക്കുക, പീറ്ററിനോട് ചോദിക്കുകയാണ്,
how many units of clothing is he willing to give up in exchange for an additional unit of food so that his level of satisfaction remains unchanged? ഞാൻ പീറ്ററിനോട് പോയി ചോദിച്ചു, പീറ്ററെ നിനക്ക് എന്താണ് ഇത്ര യൂണിറ്റ് ഫുഡ് കൂടി അധികം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിനക്ക് എത്ര യൂണിറ്റ് ക്ലോത്തിങ് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് എന്താണ് നമുക്ക് അടുത്തൊരു കോമ്പിനേഷൻ കിട്ടും. കാരണം എന്താണ്, പുള്ളി ഭയങ്കര ഇൻഡിഫറൻ്റ് ആണ് അല്ലെ, ഏതായാലും സെയിം സാറ്റിസ്ഫാക്ഷൻ ആയതുകൊണ്ട് എന്ത് ചെയ്യും, അവിടെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഗ്രാഫിന്റെ സഹായത്തിൽ അത് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആവും. ഇവിടെ നമ്മൾ എപ്പോഴും എന്താണ് ഒരു ഇൻഡിഫറൻസ് കർവ് നോക്കുമ്പോൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എന്തായിരിക്കും, ഗുഡ്സ് ആയിരിക്കും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഗുഡ്സ് 1 എന്നും ഇവിടത്തേനെ നമുക്ക് എന്താണ് ഗുഡ്സ് 2 എന്നും എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒന്നാമത്തെ ഗുഡ് എന്താണ്, ക്ലോത്തിങ് ആണ്, അതിനെ വൈ ആക്സിസിൽ കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെ ഗുഡ് എന്താണ്, ഫുഡ് ആണെന്നിരിക്കട്ടെ, അതിനെ എന്താണ് നമ്മൾ എക്സ് ആക്സിസിൽ കൊടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ തിരിച്ചായാലും കുഴപ്പമില്ല, ഇവിടെ ഗുഡ് 1 ആയിക്കോട്ടെ, ഇവിടെ ഗുഡ് 2 ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ഈ പറഞ്ഞ ഫുഡ് എത്ര യൂണിറ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 1 യൂണിറ്റ് ആണ് അല്ലെ, ഇതാണ്. അപ്പോൾ ക്ലോത്തിങ് എത്രയാ, 12. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇവിടെ ഫുഡ് 3 യൂണിറ്റ് ആയപ്പോ അടുത്ത് ക്ലോത്തിങ് എത്ര ആയടാ, 4 ആയി. അതുപോലെ എന്താണ് ഫുഡ് 2 ആണെങ്കിൽ ഇവിടെ 6 ആയി ക്ലോത്തിങ്. അങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, എക്സ്ചേഞ്ച്. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഓരോ കോമ്പിനേഷൻസിന്റെയും പോയിന്റ്സിനെ ആ ഒരു ലോക്കസ് ഓഫ് പോയിന്റ്സ് എല്ലാം കൂടെ ചേരുമ്പോഴാണ് എന്താവുന്നത്, നമ്മുടെ ഇൻഡിഫറൻസ് കർവ് ആവുന്നത്. ഇവിടെ ഓരോ പോയിന്റുകളും എന്താണ്, കൺസ്യൂമറിന്റെ ഓരോ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സിനെ ഡിനോട്ട് ചെയ്യുന്നു. ഈ കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സ് എല്ലാം എന്ത് ചെയ്യുന്നു, നമുക്ക് സെയിം സാറ്റിസ്ഫാക്ഷൻ തരിക കൂടി ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് പീറ്റർ എന്താണ് 6 യൂണിറ്റ് ഓഫ് ക്ലോത്തിങ് എന്താണ് കൊടുക്കാൻ തയ്യാറാണ്, എന്തിനു വേണ്ടിയിട്ട്, അഡീഷണൽ യൂണിറ്റ് ഓഫ് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എത്രയാണ്, നമ്മൾ 6 യൂണിറ്റ് ക്ലോത്തിങ് ആയപ്പോഴത്തേക്ക് ഫുഡ് എത്ര കിട്ടി, 2 യൂണിറ്റ് കിട്ടി. ഇതിന്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് നമ്മൾ അടുത്ത എന്താണ് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് പഠിക്കും. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ എന്താണ് അത് നമ്മൾ വേറൊരു കാര്യം പറയുമ്പോഴത്തേക്ക് അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ 1 യൂണിറ്റ് ഓഫ് ഫുഡും 12 യൂണിറ്റ് ഓഫ് ക്ലോത്തിങ്ങും ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ് 2 യൂണിറ്റ് ഓഫ് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ബാക്കി 6 യൂണിറ്റ് എക്സ്ചേഞ്ച് ചെയ്തു അല്ലെ, പിന്നെ 6 യൂണിറ്റ് ഓഫ് ക്ലോത്തിങ്ങേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ പീറ്ററിനോട് വീണ്ടും നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ, പീറ്റർ എന്ന് പറയുന്നത് ഇവിടെ ഒരു സാങ്കല്പിക വ്യക്തിയാണ് കേട്ടോ, അല്ലാതെ പീറ്റർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ആളല്ല. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഇഷ്ടമാതിരി ഡിഫറെന്റ് കോമ്പിനേഷൻസ് എന്ത് ചെയ്യും, കിട്ടും അല്ലെ, ഫുഡിന്റെയും ക്ലോത്തിങ്ങിന്റെയും വെച്ചിട്ട്. ദാ ഇവിടെ ഒരു ടേബിൾ ഉണ്ട് കണ്ടോ. ഇവിടെ ഓരോ കോമ്പിനേഷൻ, എ എന്ന് പറയുന്ന കോമ്പിനേഷൻ എന്താണ്, നമ്മൾ ആദ്യം പറഞ്ഞ 1 യൂണിറ്റ് ഓഫ് ഫുഡും 12 യൂണിറ്റ് ഓഫ് ക്ലോത്തിങ്ങുമാണ്. ഇനി ബി എന്ന് പറയുന്ന കോമ്പിനേഷൻ എന്താണ്, 2 യൂണിറ്റ് ഓഫ് ഫുഡും 6 യൂണിറ്റ് ഓഫ് ക്ലോത്തിങ്ങും ആണ്. ഇനി അടുത്ത സി എന്ന് പറയുന്നത് എന്താണ്, 3 യൂണിറ്റ് ഫുഡ് കിട്ടിയപ്പോൾ ഇവിടെ എന്തായി, ക്ലോത്തിങ് 4 ആയി. ഇനി ഡി എന്ന് പറയുന്നത് എന്താണ്, 4 യൂണിറ്റ് ഓഫ് ഫുഡ് ആയപ്പോൾ ക്ലോത്തിങ് 3 ആയി. അങ്ങനെ പല കോമ്പിനേഷൻസ് നമുക്ക് കിട്ടുന്നു. പക്ഷേ ഇവിടെ എല്ലാം ഉള്ളൊരു ഇതെന്താണ്, ചേഞ്ച് ആവാത്ത സാധനം, ഇവിടെ എല്ലാം കൺസ്യൂമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ലെവല് സെയിം ആയിരിക്കും. നമുക്ക് ഇവിടെ എത്ര ബണ്ടിലുണ്ട്, ഇവിടെ 1 12 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട്, 2 6 എന്ന് പറയുന്ന മറ്റൊരു കോമ്പിനേഷൻ ഉണ്ട്, 3 4 എന്ന് പറയുന്ന അടുത്തൊരു കോമ്പിനേഷൻ ഉണ്ട്, 4 3 എന്ന് പറയുന്ന അടുത്തൊരു കോമ്പിനേഷൻ. അപ്പോൾ ഈ പറയുന്ന എല്ലാ കോമ്പിനേഷൻസിലും എന്തായിരിക്കും, കൺസ്യൂമറിന്റെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ എന്താണ് കൺസ്യൂമർ ഇൻഡിഫറൻ്റ് ആണ് എന്ന് പറയുന്നതും ഈ എല്ലാ പോയിന്റുകളെയും കൂടി ചേർത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ഇൻഡിഫറൻസ് കർവ് കിട്ടുന്നതും. അതായത് എന്താണ് ഈ കർവില് നമുക്ക് കാണാൻ പറ്റുന്നത്, നമ്മൾ ഇൻഡിഫറൻസ് കർവിനെയാണ് IC എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കർവില് ഏത് ലെവൽ എടുത്താലും നമുക്ക് എന്ത് കിട്ടും, നമുക്ക് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, കൺസ്യൂമറിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടും.
അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ഈ സാറ്റിസ്ഫാക്ഷനെ വാൺ സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി എന്ന് പറയുന്നതാണ് എന്ത്, യൂട്ടിലിറ്റിയുടെ ഡെഫിനിഷൻ. അതായത് എന്താണ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സാധനം ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെയാണ് ഞാൻ എന്തെന്ന് വിളിക്കുന്നത്, എൻ്റെ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്, അല്ലെ? അപ്പോൾ അതായത് ഒരു കമ്മോഡിറ്റിക്ക് എൻ്റെ ആവശ്യത്തെ നിറവേറ്റാനുള്ള കഴിവുണ്ടെങ്കിൽ ഞാൻ എന്തെന്ന് പറയും, എനിക്ക് ആ സാധനത്തിൽ നിന്ന് യൂട്ടിലിറ്റി കിട്ടി എന്ന് പറയും. അപ്പോൾ ഇവിടെ കൺസ്യൂമറിന്റെ സാറ്റിസ്ഫാക്ഷനെ കുറിച്ചല്ലേ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഇൻഡിഫറൻസ് കർവിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത് എന്ന് പറയുന്നത്, ഐസോ യൂട്ടിലിറ്റി കർവ് എന്ന് വിളിക്കുന്നത്. കാരണം ഐസോ എന്ന് പറഞ്ഞാൽ എന്താണ്, വേർഡ് മീനിങ് സെയിം എന്നാണ്. യൂട്ടിലിറ്റി എന്താ, സാറ്റിസ്ഫാക്ഷൻ. അത് തന്നെയല്ലേ നമ്മൾ ഇൻഡിഫറൻസ് കർവിൽ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെന്ന് പറയുന്നു, ഇൻഡിഫറൻസ് കർവ് ഈസ് അതർവൈസ് നോൺ ആസ് ഐസോ യൂട്ടിലിറ്റി കർവ്. വേണമെങ്കിൽ നമ്മുടെ എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മറന്നു പോവരുത്. ഇനി നമ്മുടെ ഇൻഡിഫറൻസ് കർവിനെ പറ്റി പറഞ്ഞു. അതിനുശേഷം നമുക്കുള്ള ഒരു സാധനമാണ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ വളരെ സിമ്പിൾ ആണ്. എന്താണ് ഈ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൻ ഇൻഡിഫറൻസ് മാപ്പ് ഈസ് എ സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ്സ്. അതായത് ഒരുപാട് ഇൻഡിഫറൻസ് കർവുകൾ ചേർന്ന ആ ഒരു സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇൻഡിഫറൻസ് മാപ്പ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഗ്രാഫിൽ നോക്കുമ്പോൾ എന്താണ്, ഇവിടെ IC1 എന്ന് പറയുന്ന എന്താണ്, ഒന്നാമത്തെ കർവ് ഉണ്ട്. അതുപോലെ IC2 രണ്ടാമത്തെ ഇൻഡിഫറൻസ് കർവ് ആണ്. IC3 മൂന്നാമത്തേതാണ്, അല്ലെ? അപ്പോൾ ഇങ്ങനെ ഇത് എത്രയുണ്ട്, 3 ഇൻഡിഫറൻസ് കർവുകളുണ്ട്. അപ്പോൾ ഇതൊരു സെറ്റാണ്, അല്ലെ? അങ്ങനെ ഇത്രയും ഇൻഡിഫറൻസ് കർവുകൾ ചേർന്ന ഒരു സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇൻഡിഫറൻസ് മാപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതില് എന്ത് കാണാൻ പറ്റും, നമ്മുടെ ഒരു കൺസ്യൂമറിന്റെ പ്രിഫറൻസിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ ആണ് ശരിക്കും എന്ത്, ഇൻഡിഫറൻസ് മാപ്പുകൾ കാണിക്കുന്നത്. ഇവിടുത്തെ ഡയഗ്രത്തിൽ എന്താണ്, 3 ഇൻഡിഫറൻസ് കർവുകൾ ചേർന്ന ഒരു ഇൻഡിഫറൻസ് മാപ്പ് ആണ്. ഇതിന് 4 ആവാം, 5 ആവാം, എത്ര വേണമെങ്കിലും ആവാം. ക്ലിയർ ആണല്ലോ, അല്ലെ? ഇനി ഞാൻ ചോദിച്ചോട്ടെ, അതായത് ഇവിടെ ഓരോ ഇൻഡിഫറൻസ് കർവും ഉണ്ട്, അല്ലെ? ഇനി ഈ എല്ലാ ഇൻഡിഫറൻസ് കർവുകളിലും എന്താണ്, കൺസ്യൂമറിന്റെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ സെയിം ആയിരിക്കുമോ? അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഒരു ഇൻഡിഫറൻസ് കർവ് IC1 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവിലെ ഏത് പോയിന്റ് എടുത്താലും, ഈ ഒരു പോയിന്റ് ആയാലും, ഈ ഒരു പോയിന്റ് ആയാലും, ഈ ഒരു പോയിന്റ് ആയാലും, ഇതിലെല്ലാത്തിലും കൺസ്യൂമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും, അല്ലെ? ഇവിടെ ഏത് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് കൺസ്യൂം ചെയ്താലും അവർക്ക് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ മറ്റൊന്ന്, ഇവിടെ ഒരു ഇൻഡിഫറൻസ് മാപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ IC1ലും IC2വിലും IC3യിലും ഈ 3 കർവുകൾ എടുത്താൽ 3ലും ഒരു കൺസ്യൂമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ലെവല് സെയിം ആയിരിക്കുമോ? നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അല്ല, അല്ലേ? കാരണം ഇത് 3 ഡിഫറെന്റ് കർവുകളാണ്. മാത്രവുമല്ല നമ്മുടെ ഒരു ഇതനുസരിച്ച് ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് എന്താണ്, ഹയർ പ്രിഫറൻസ് അല്ലെങ്കിൽ എന്താണ്, ഹയർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാം. അതായത് IC1 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവിൽ നിന്ന് ഞാൻ എന്ന് പറയുന്ന കൺസ്യൂമറിന് കിട്ടുന്നതിനേക്കാൾ വളരെ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും IC2വിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. അതായത് ഇതിലുള്ള കോമ്പിനേഷൻസിൽ കിട്ടുന്നതിനേക്കാൾ സാറ്റിസ്ഫാക്ഷൻ ഈ കർവിൽ വരുമ്പോൾ കിട്ടും. കാരണം എന്താ, നിങ്ങൾക്ക് എന്താണ്, മാത്സ് പഠിച്ചിട്ടുള്ളവരും എക്കണോമിക്സ് പഠിച്ചിട്ടുള്ളവരും ബികോമുകാരും എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ്, അല്ലെ? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഇങ്ങനെ വരച്ചെടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതലാണ് എന്ത്, ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ്, കുറച്ചുകൂടി നമുക്ക് ഗുഡ്സിന്റെ അളവ് 2ഉം കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും, അല്ലെ? അങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്താണ് ചിന്തിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ. ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് എന്താണ്, ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോ ഞാനൊന്ന് ചോദിച്ചോട്ടെ, IC1നാണോ IC2വിനാണോ IC3ക്കാണോ ഹയർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്? IC3ക്കാണ്, അല്ലെ? ഏറ്റവും ഹയർ ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവ് ആരാ? IC3 ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ എന്താണ് എഴുതുവാണെങ്കിൽ നമുക്ക് പറയാം IC3 ആണ് എന്ത്, ഇതിലെ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ഉള്ളത്. അത് കഴിഞ്ഞാൽ ആരാണ്? IC2 ആണ്. പിന്നെ ആര് വരുന്നുള്ളൂ? IC1 വരുന്നുള്ളൂ, അല്ലെ? ഏറ്റവും ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്നത് IC3 ആണ്.
അപ്പോ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് മറക്കാതിരിക്കുക. എന്താണ് IC1 എന്ന് പറയുന്ന ഈ ഒരു കർവിൽ നിന്ന് നമുക്ക് കിട്ടുന്നതെല്ലാം എന്താണ് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. പക്ഷെ എന്താണ് IC2 എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എല്ലാ കോമ്പിനേഷൻസും IC1നേക്കാൾ കുറച്ചുകൂടി എന്താണ് ഹയർ ആണ് അല്ലെങ്കിൽ ഗ്രേറ്റർ ആണ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി IC3 എടുത്താൽ എന്താ അതിനേക്കാൾ കുറച്ചുകൂടി ആയിരിക്കും. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഒരു IC4 എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടെങ്കിൽ എന്താണ് അത് കുറച്ചുകൂടി ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്നതായിരിക്കും. ഇനി നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരിചയപ്പെടേണ്ട ഒരു ടേം ആണ് എന്തെന്ന് പറയുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അഥവാ നമ്മൾ ഇതിനെ ചുരുക്കിയിട്ട് പറയുന്നത് MRS എന്നാണ് കേട്ടോ. MRS എന്നാണ് പറയുന്നത്. ഈ MRS എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവിനെയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത് MRS എന്നറിയപ്പെടുന്നത്. എന്താണ് സ്ലോപ്പ് ഓഫ് IC എന്ന് ഞാൻ എഴുതുന്നത് ഇൻഡിഫറൻസ് കർവിനെയാണ്. അപ്പൊ സ്ലോപ്പ് ഓഫ് IC ആണ് എന്താന്ന് പറയുന്നത് MRS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ഈ MRS അഥവാ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ? ദിസ് ഈസ് ദ rate at which a consumer is prepared to exchange a good X for good Y. അതായത് ഗുഡ് എക്സിന് വേണ്ടിയിട്ട് എത്രത്തോളം ഗുഡ് വൈ കൺസ്യൂമർ എക്സ്ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതിന്റെ റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അഥവാ MRS എന്ന് വിളിക്കുന്നത്. ആ വേർഡിൽ തന്നെ ഉണ്ട് എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെ, ഒന്നിന് പകരം ഒന്ന് അല്ലെ, ഒന്നിന് പകരം ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ എന്താണ് ആ ഒരു ടേബിളിലോട്ട് നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ ആ ടേബിളിൽ എക്സാമ്പിൾ വെച്ച സമയത്ത് എന്താ ഇവിടെ കോമ്പിനേഷൻ എടുത്ത സമയത്ത് നമ്മൾ കണ്ടതാണ് അല്ലെ, 1 യൂണിറ്റ് ഫുഡ് 12 യൂണിറ്റ് ക്ലോത്തിങ്. അപ്പോ ഇവിടെ എങ്ങനെയാണ് നമുക്ക് MRS വന്നിരിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ ആദ്യത്തെ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താ 0 ആണ്. നമുക്കൊന്നും ഇല്ല, കാരണം ഒന്നും അവിടെ എക്സ്ചേഞ്ച് ചെയ്തിട്ടില്ല. അതാണ് നമ്മുടെ ആദ്യത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ കോമ്പിനേഷനിലേക്ക് വരാം. ഇവിടെ എന്താണ് 2 യൂണിറ്റ് ആണ് ഫുഡ്, 6 യൂണിറ്റ് ആണ് ക്ലോത്തിങ്. MRS ആണ് 6. ഈ MRS എങ്ങനെയാ 6 എന്ന് വന്നത്? MRS കണ്ടുപിടിക്കാനുള്ള MRS ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് നമുക്ക് പറയാം. ഇവിടെ 12 യൂണിറ്റ് ആയിരുന്നു ഡെൽറ്റ വൈ ഉണ്ടായിരുന്നതിൽ നിന്ന്. അപ്പോൾ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ വൈ ആണ് അല്ലേ. 12 ഡിവൈഡഡ് ബൈ 12 മൈനസ് 6 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 2 യൂണിറ്റ് ആയി, 1ൽ നിന്ന് 2 ആയി. അപ്പോൾ 2 മൈനസ് 1 ഈക്വൽ ടു എന്താണ്? 6 ഡിവൈഡഡ് ബൈ 1 ഈക്വൽ 6. അപ്പോൾ നമുക്ക് എന്താണ് MRS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? അപ്പോൾ നമുക്ക് MRS എന്താണ്? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. ഈ ഡെൽറ്റ എന്ന് പറയുന്നത് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ചേഞ്ചിനെ സൂചിപ്പിക്കുന്നതാണ് ഡെൽറ്റ അല്ലെ. അപ്പോൾ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ എക്സ്. അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ MRS 6 എന്ന് വന്നത്. ഇനി അടുത്തത് നിങ്ങൾ നോക്കിയേ, ഇവിടെ എന്താണ് 6 യൂണിറ്റ് ഉണ്ടായിരുന്ന ക്ലോത്തിങ് എത്ര ആയിട്ട് മാറി? 4 ആയിട്ട് മാറി അല്ലെ. എക്സ്ചേഞ്ച് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് ഫുഡും കൂടെ കിട്ടാൻ, 2ൽ നിന്ന് 3 ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എന്താണ് 6 മൈനസ് 4 ഡിവൈഡഡ് ബൈ എന്താ? 3 മൈനസ് 2 എങ്ങനെ വരും? 2 ഡിവൈഡഡ് ബൈ 1 എന്താണ്? 2 വന്നു. മനസ്സിലായോ എങ്ങനെയാണ് MRS വരുന്നതെന്ന്? അതുപോലെ ഇതൊന്ന് പറഞ്ഞേ. ഇവിടെ 4 യൂണിറ്റ് ഉണ്ടായിരുന്ന ക്ലോത്തിങ് എന്തായി? 3 ആയിട്ട് കുറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാ? ഇവിടുന്ന് 1 യൂണിറ്റും കൂടി എക്സ്ചേഞ്ച് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഫുഡ് 1 യൂണിറ്റ് കൂടെ അഡീഷണലി കിട്ടാൻ അല്ലെ. ഇതൊരു എന്താണ് ഓൾട്ടർനേറ്റീവ് ആക്കലാണ്. നമുക്ക് ഒന്ന് അധികം കിട്ടാൻ വേണ്ടിയിട്ട് മറ്റൊന്നിന്റെ അളവ് കുറയ്ക്കുന്നു. അപ്പോഴും ഇതെങ്ങനെയാ കണ്ടുപിടിക്കുന്നേ?
4 മൈനസ് 3 1 ഡിവൈഡഡ് ബൈ എന്താണ് ഇവിടെ 4 മൈനസ് 3 1 1/1 എത്രയാണ് 1. എങ്ങനെയാണ് MRS കണ്ടുപിടിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. വേണമെങ്കിൽ ഒരു പ്രോബ്ലം ആയിട്ട് തന്നെ ചോദിക്കാം MRS കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ. ഇവിടെ ഞാൻ ആ ടേബിളിൽ പറഞ്ഞത് തന്നെയാണ് നമ്മൾ ഒന്നുകൂടി എന്ത് ചെയ്തിരിക്കുന്നത്, വിശദീകരിച്ചിരിക്കുന്നത്. ഈ എക്സാമ്പിളിൽ എന്ത് ചെയ്തു, പീറ്റർ 6 യൂണിറ്റ് ഓഫ് ക്ലോത്തിങ് എന്ത് ചെയ്തു, കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്, ഒരു എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എന്തായി, MRS എന്ന് പറയുന്നത് 6 ആയി. അതുപോലെ വീണ്ടും എന്താണ്, സബ്സിക്വന്റ് ആയിട്ട് എക്സ്ചേഞ്ചസ് നടന്നു അല്ലെ. അപ്പോൾ ആണ് എന്തായത്, ഈ പറഞ്ഞ പോലെ വീണ്ടും എക്സ്ചേഞ്ച് നടന്നപ്പോൾ ആ 6 എന്നുള്ളതിൽ നിന്ന് എത്രയായി, 4 വന്നപ്പോൾ ഇവിടെ എന്തായി, MRS 2 ആയി അല്ലെ. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തായി, MRS 1 ആയി. സോ MRS ഓഫ് x4y എന്ന് പറയുന്നത് എന്താണ്, എമൗണ്ട് ഓഫ് y whose loss can be compensated by a unit gain of x. എന്താണ് ആ സെന്റൻസിന്റെ അർത്ഥം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് MRS ഓഫ് x എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് y whose loss എന്നാണ്. ഇവിടെ എന്താണ്, y ആണ്, ക്ലോത്തിങ് y ആയിട്ട് എടുത്താൽ അതിൽ അത്രത്തോളം ക്ലോത്തിങ്ങിൽ അവർക്ക് ലോസ് ഉണ്ടായി. ഇപ്പൊ ഞാനാണ് കൺസ്യൂമർ എങ്കിൽ ഞാൻ ലോസ് ചെയ്തു, 12 നിന്ന് 6 ആയി, 6 യൂണിറ്റ് ഞാൻ കുറച്ചു. എന്തിനു വേണ്ടിയിട്ടായി കുറച്ചത്, കോമ്പൻസേറ്റഡ് ടു ബൈ എ യൂണിറ്റ് ഗെയിൻ ഓഫ് എക്സ്. കാരണം എന്താ, ഇവിടെ നോക്കി, ഞാൻ ഇവിടെ 12 നിന്ന് 6 ആയിട്ട് എനിക്ക് ലോസ് ഗുഡ് വൈയുടെ ഉണ്ടായപ്പോൾ ഇവിടെ 1 നിന്ന് 2 ആയിട്ട് എക്സ് എന്ന് പറയുന്ന യൂണിറ്റ് എനിക്ക് ഗെയിൻ ചെയ്തു അല്ലേ. അപ്പൊ ആ ഒരു ഡിഫറൻസിനെ അല്ലേ നമ്മൾ എന്തെന്ന് വിളിച്ചത്, ശരിക്കും MRS എന്ന് വിളിച്ചത്. ഇനി ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, കീപ്പിംഗ് ദ സാറ്റിസ്ഫാക്ഷൻ ദി സെയിം. എന്താണ്, ഇവിടുത്തെ എല്ലാം സാറ്റിസ്ഫാക്ഷൻ എന്താണ്, സെയിം തന്നെയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ഇന്റർസെക്റ്റിംഗ് ഇൻഡിഫറൻസ് കർവിന്റെ പിക്ചർ കാണുന്നത് കൊണ്ട് നിങ്ങൾ എന്താണ് ഇത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. കാരണം സ്ലൈഡിൽ 1-2 സ്ലൈഡുകളിലായിട്ട് ഞാൻ പറയുന്ന കാര്യത്തിൽ ഈ ഇന്റർസെക്റ്റിംഗ് കർവിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് വേറൊരു കാര്യം ഇനി അടുത്തതായിട്ട് പറയാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇപ്പൊ നിങ്ങൾ അതിലോട്ട് ശ്രദ്ധിക്കേണ്ട. ഇവിടെ എന്താണ് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, പീറ്റർ accumulates more units of food, the MRS starts falling അല്ലെ. നിങ്ങൾ ആ എക്സാമ്പിളിൽ ഒന്ന് നോക്കിയേടാ. അതായത് ഫുഡ് കൂടുതൽ അക്യൂർ ചെയ്യാണ് നമ്മുടെ പീറ്റർ അല്ല, ഏതൊരു കൺസ്യൂമർ ആയാലും അതിന്റെ യൂണിറ്റ് കൂടുന്നതിനനുസരിച്ച് എന്താ, MRS ചെറുതായിക്കൊണ്ടിരിക്കും. 6 നിന്ന് 2 ആയി, പിന്നെ 1 ആയി. മനസ്സിലായോ ആ കാര്യം പറഞ്ഞത് എന്താന്ന്? Okay, that means he is prepared to give up fewer units of clothing for food. There are 2 reasons for this. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, as Peter gets more units of food, his intensity of desire for additional units of food ഡിക്രീസസ്. കാരണം എന്താണ് ഇതിനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ, എനിക്ക് കൂടുതൽ യൂണിറ്റ് ഓഫ് ഫുഡ് കിട്ടുമ്പോൾ എനിക്ക് ഫുഡ് വേണം എന്ന് പറയുന്ന ആ ഒരു ഡിസയർ, അല്ലെങ്കിൽ അഡീഷണൽ യൂണിറ്റ് കിട്ടാനുള്ള ആ ഒരു ഡിസയർ എന്ത് ചെയ്യാൻ തുടങ്ങും, ഡിക്രീസ് ആവാൻ തുടങ്ങും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വിശന്നിരിക്കുന്ന ഒരാളുടെ മുന്നിലേക്ക് ഒരു പ്ലേറ്റ് ബിരിയാണി കൊണ്ടുവച്ചാൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷനോടെ അയാൾ അത് കഴിക്കും അല്ലെ. പിന്നെ ഒന്നുകൂടി ആയാലും കുഴപ്പമൊന്നുമില്ല അല്ലെ, കഴിക്കാം, കഷ്ടപ്പെട്ടൊക്കെ കഴിക്കും. പക്ഷെ പിന്നെ നിനക്കൊരു ബിരിയാണിയോട് തരട്ടെ എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് അത്രയ്ക്ക് ഒരു ആവേശം ഒന്നും കാണത്തില്ല. എനിക്ക് അഡീഷണൽ യൂണിറ്റ് കിട്ടാനുള്ള ആ ഒരു ഡിസയർ കുറയും. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത് അല്ലെ. മോർ യൂണിറ്റ്സ് കിട്ടും തോറും എന്ത് ചെയ്യാണ്, അതിനോടുള്ള ആ ഒരു ഇന്റൻസിറ്റി കുറഞ്ഞു വരുന്നു. അതുപോലെ എന്താണ്, മോസ്റ്റ് ഓഫ് ദ ഗുഡ്സ് ആർ ഇംപെർഫെക്റ്റ് substitutes for one another. If they could substitute one another perfectly, then MRS would remain constant. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഒരുപാട് ഗുഡ്സ് എന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്തതാണ് അല്ലെ. ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫുഡിന് പകരം എനിക്ക് ഒരിക്കലും എന്താണ്, ക്ലോത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ്. ഇനി ഫുഡുകൾ തന്നെ എടുത്താൽ എനിക്കൊരു സദ്യ കഴിക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ല ഒരു ബിരിയാണി കഴിക്കുമ്പോൾ കിട്ടുന്നത്. അതൊന്നും എന്തല്ല, പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അല്ല. അങ്ങനെ
പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് MRS എന്തായിരിക്കും? റിമെയിൻ കോൺസ്റ്റന്റ് ആയിരിക്കും. MRS കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം ഒരേ പോലത്തെ സാധനമാണെങ്കിൽ പിന്നെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല അല്ലേ? ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരേ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ടിന് ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ പറയാം ഞാൻ ഈ യൂണിറ്റ് കൊടുത്ത് മറ്റേത് കൂട്ടേണ്ട ആവശ്യമില്ല, എനിക്ക് ഇതായാലും ഓക്കെയാണ്. അപ്പൊ അതെന്താണ്? MRS മാറ്റമൊന്നും വരില്ല. ഓക്കെ, നമ്മൾ ഇത്രയും സമയം ഇൻഡിഫറൻസ് കർവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇൻഡിഫറൻസ് മാപ്പ് എന്താണെന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മുടെ ഈ ഇൻഡിഫറൻസ് കർവിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലെ? നമ്മുടെ വസ്തു ആ പ്രോപ്പർട്ടി അല്ല കേട്ടോ, നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും എന്തുണ്ടാവും? പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അപ്പൊ ഇതിന് ഉള്ള ഒരു കുറച്ച് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പ്രത്യേകതകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ഇൻഡിഫറൻസ് കർവിന്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി ആണ് an IC slopes downwards to the right. എന്താണ്? IC slopes downwards to the right. എങ്ങനെയാണ്? മുകളിൽ നിന്ന് താഴേക്ക് വന്ന് എങ്ങോട്ടാ? റൈറ്റിലേക്കാ അല്ലെ? നമ്മള് ആ ഗ്രാഫ് നമ്മൾ പഠിച്ചപ്പോ എങ്ങനെയാണ്? നോക്ക്, IC slopes downwards to the right അല്ലെ? ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി റൈറ്റിലേക്കാണ് ആ സ്ലോപ്പ് പോകുന്നത്. ഇതല്ലേ IC? ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് IC കർവിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ദിസ് സ്ലോപ്പ് സിഗ്നിഫൈസ് ദാറ്റ് when the quantity of one commodity in combination is increased, the amount of the other commodity reduces. ശരിക്കും ഈ ഒരു സ്ലോപ്പ് എന്താണ്? ഡൗൺവേർഡ്സ് ടു ദ റൈറ്റ് ആവുന്നതിന്റെ റീസൺ എന്താണ്? അതായത് quantity of one commodity in combination is increased, the amount of the other commodity reduces. അതായത് നമ്മുടെ കോമ്പിനേഷനിലെ ഇപ്പോൾ എക്സാമ്പിൾ 12, 1 എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ എക്സാമ്പിളിൽ ഇതൊരു കോമ്പിനേഷൻ ആണ്. അതിൽ നിന്ന് 6, 2 എന്ന് പറയുന്ന കോമ്പിനേഷനിലോട്ട് എത്തിയപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ 12-ൽ നിന്ന് 6 ആയപ്പോൾ ഒരു കമ്മോഡിറ്റിയുടെ അളവ് എന്ത് ചെയ്തു? കുറഞ്ഞു, റെഡ്യൂസ്ഡ് ആയി. പക്ഷെ മറ്റേതിന്റെ 1-ൽ നിന്ന് 2 ആയപ്പോൾ അത് ഇൻക്രീസ് ആവുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഈ ഒരു സ്ലോപ്പ് ഇങ്ങനെ ആവാനുള്ള കാരണം. അത് ഞാൻ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു തന്നാൽ, 1 എന്നും ഇതിനെ നമുക്ക് ഒരു 1, 12 എന്നുള്ള ഒരു ഇതെടുക്കാം അല്ലെ? ഇതാണ് ഒന്നാമത്തെ കോമ്പിനേഷൻ എന്നിരിക്കട്ടെ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്. അതിൽ നിന്ന് ഇവിടെ 2, അതുപോലെ ഇത് 6 ആയി എന്നിരിക്കട്ടെ. അപ്പം നമ്മുടെ അടുത്ത കോമ്പിനേഷൻ ഇതാണ് 6, 2. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കണ്ടോ? ഇതാണ് എന്തിനുള്ള കാരണം? IC ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവാനുള്ള മെയിൻ റീസൺ. ഇനി അടുത്തത് ഇവിടെ 3-ഉം ഇവിടെ 4 ആയാലും ഇങ്ങനെ വരും അല്ലെ? കാരണം ഞാൻ പറഞ്ഞു ഈ കോമ്പിനേഷൻസിന്റെ എല്ലാം കൂടെ ലോക്കസ് ഓഫ് പോയിന്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്? IC എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒന്നാമത്തെ പ്രോപ്പർട്ടി IC സ്ലോപ്സ് ഡൗൺവേർഡ്സ് ടു ദി റൈറ്റ്. ഓക്കെ, ദിസ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടു റിമെയിൻ ദ സെയിം ഓൺ ആൻ ഇൻഡിഫറൻസ് കർവ്. ഇതെന്താണ് ആ പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി? അതായത് IC സ്ലോപ്സ് ഡൗൺവേർഡ്സ് ടു ദ റൈറ്റ് എന്ന് പറയുന്ന ആ ഒരു സാധനം നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഇൻഡിഫറൻസ് കർവിൽ അത് സെയിം ആയിട്ട് നിർത്താൻ എസെൻഷ്യൽ ആണ് അല്ലേ? അത് മറ്റേ കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ആൻഡ് IC ഈസ് ഓൾവേസ് കോൺവെക്സ് ടു ദി ഒറിജിൻ അല്ലേ? നമ്മൾ കോൺകേവും കോൺവെക്സും ഒക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇതെന്താണ്? കോൺവെക്സ് ആണ് അല്ലെ? ഇതാണ് നമ്മുടെ ഒറിജിൻ എങ്കിൽ ഇങ്ങനെ കോൺവെക്സ് ടു ദ ഒറിജിന. ഇനി കോൺകേവ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ കോൺകേവ് ഗ്ലാസും കോൺവെക്സ് ഗ്ലാസും ഒക്കെ പഠിച്ചിട്ടില്ലേ? ഇതാണ് കോൺകേവ് അല്ലെ? ഇത് മാറിപ്പോവരുത്, ഒറിജിനലിൽ തട്ടില്ല കേട്ടോ. കോൺകേവും ഇത് കോൺവെക്സും ആണ്. അപ്പോൾ എല്ലാവരും എപ്പോഴും തെറ്റിക്കുന്ന ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്, കോൺകേവ് ആണോ കോൺവെക്സ് ആണോ നമ്മുടെ ഇൻഡിഫറൻസ് കർവ് എന്ന് എപ്പോഴും എല്ലാവർക്കും ഡൗട്ടാണ്. ഒരിക്കലും മറന്നു പോകരുത്, കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ്. ഓക്കെ, രണ്ടാമത്തെ പ്രോപ്പർട്ടി അതാണ്. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ഈ പീറ്ററിന്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടതാണ് അദ്ദേഹം വില്ലിംഗ് ആണ് എന്തിനു വേണ്ടിയിട്ട്? അഡീഷണൽ യൂണിറ്റ് ഓഫ് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് ക്ലോത്തിങ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് അയാൾ വില്ലിംഗ് ആണ് അല്ലെ? അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇത്ര യൂണിറ്റ് അദ്ദേഹം ത്യജിക്കുകയാണ് അല്ലെ? അപ്പോൾ ഇവിടെ
ഡിമിനിഷിങ് റേറ്റ് ഓഫ് മാർജിനൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു MRS എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് 6 2 പിന്നെ 4 എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഈ ഒരു കാര്യമാണ് എന്തിന് സഹായിക്കുന്നത്? ദി റേറ്റ് ഗീവ്സ് എ കോൺവെക്സ് ഷേപ്പ് ടു ദി ഇൻഡിഫറൻസ് കർവ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. അതായത് IC എന്ന് പറയുന്നത് കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ്. ഇതിന് കാരണമാകുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എന്ന് ഉത്തരം പറയണം? ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് നമുക്ക് പറയാം അല്ലെ. അങ്ങനെ അല്ലായിരുന്നു എങ്കിൽ എന്ത്, കൂടുതൽ ഡിമിനിഷിങ് അല്ല ഇൻക്രീസിങ് ആയിരുന്നെങ്കിൽ എന്താണ്, നമ്മുടെ ഷേപ്പ് മാറി കോൺകേവ് ഒക്കെ ആയേനെ അല്ലെ ചിലപ്പോ. അപ്പോ നമ്മുടെ കോൺവെക്സ് ടു ദി ഒറിജിൻ എന്ന് പറയുന്ന ഇതിലേക്ക് എന്ത് പോവാൻ, IC പോവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്കൊരു ഡൗട്ട് വരുന്നുണ്ടാവാം, എല്ലാ സമയത്തും നമ്മുടെ ഈ പറയുന്ന IC അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് എന്താണ് കോൺവെക്സ് ടു ദി ഒറിജിൻ ആയിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും അല്ലെ. മോസ്റ്റ് ഓഫ് ദ ടൈം എന്താണ്, കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്, അല്ലെങ്കിൽ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെയാണ് എന്നല്ലേ നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഓൾവേസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയും എക്സ്ട്രീം സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എക്സെപ്ഷൻസ് ഉണ്ട്. ആ എക്സെപ്ഷൻസ് എന്താണ് എന്ന് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. കാരണം നമ്മൾ ഷേപ്സ് ഓഫ് IC എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം തന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇത്രയും ഓർക്കുക. പ്രോപ്പർട്ടീസിലെ രണ്ടാമത്തെ കാര്യം എന്താണ്? IC ഈസ് ഓൾവേസ് കോൺവെക്സ് ടു ദി ഒറിജിൻ. അതിനുള്ള കാരണം എന്താണ്? ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കാരണമാണ് എന്തുണ്ടാവുന്നത്? ICക്ക് അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവിന് കോൺവെക്സ് ഷേപ്പ് ഉണ്ടാകുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി ഇൻഡിഫറൻസ് കർവ്സ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. അതായത് നമ്മളൊരു ഇതൊരു IC ആണ്, ഇത് IC1 എന്നിരിക്കട്ടെ, ഇത് IC2 വന്നിരിക്കട്ടെ അല്ലെ. അപ്പോ ഇനി എന്താണ് IC3 എടുക്കുക, ഇത് എന്താവും? അപ്പൊ ഒരു ഇൻഡിഫറൻസ് മാപ്പ് ആവും അല്ലെ. അപ്പോ ഈ ഇൻഡിഫറൻസ് കർവുകള് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇന്റർസെക്ട് ചെയ്യില്ല. ഇന്റർസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം കട്ട് ചെയ്യില്ല അല്ലെ. ഇങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ ചെയ്താലൊക്കെ എന്താണ്, ഇതൊക്കെ ഇന്റർസെക്ഷൻ ആണ് അല്ലെ. ഇവിടെ പറയുന്നത് എന്താണ്, ഒരിക്കലും ഇൻഡിഫറൻസ് കർവുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത് അല്ലെ. 2 ICs will never intersect each other. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതായത് ഇൻഡിഫറൻസ് കർവുകൾ ഇന്റർസെക്ട് ചെയ്യുമോ, അല്ലെങ്കിൽ എന്താണ് ട്രൂ ഓർ ഫോൾസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്കിപ്പോ ഉള്ള എക്സാമുകൾക്കൊക്കെ അറിയാം. PSCയുടെ എല്ലാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ചോദ്യം വരാം. ഓക്കെ, അപ്പൊ നമുക്ക് പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോഴായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ കോൺവെക്സും കോൺകേവും ഒക്കെ ആലോചിക്കുന്നത് പോലെ, അയ്യോ ഇനി IC കോൺകേവ് ആണോ കോൺവെക്സ് ആണോ, ഭയങ്കര കൺഫ്യൂഷൻ ആണ് അല്ലെ. അതുപോലാണ് ICs വിൽ നെവർ ഇന്റർസെക്ട് എന്ന് നമ്മൾ പഠിച്ചാൽ നമ്മൾ ആലോചിക്കും, IC ഇന്റർസെക്ട് ചെയ്യോ എന്ന് നമ്മൾ പെട്ടെന്ന് ആലോചിച്ചു പോകും. അപ്പൊ എന്താണ്, ICs വിൽ നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. അതുപോലെ ദേ നീഡ് നോട്ട് ബി പാരലൽ ടു ഈച്ച് അതർ. ഓക്കെ, എന്താണ്, അവ എന്തും ചെയ്യാറില്ല, പാരലൽ ആവാറും ഇല്ല. ഇതാ ഇവിടെ ഞാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഒരു കർവ് എടുത്ത് IC ഇന്റർസെക്ട് ചെയ്യില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ICs ഇന്റർസെക്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. IC1 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവും IC2 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവും എന്ത് ചെയ്തു, A എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് ഇന്റർസെക്ട് ചെയ്തു, പരസ്പരം കൂട്ടിമുട്ടി അല്ലെ. പക്ഷേ B എന്ന് പറയുന്ന പോയിന്റും A എന്ന് പറയുന്ന പോയിന്റും ഏത് ICയിലാ ഉള്ളത്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അതായത് IC1 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവിലല്ലേ B എന്ന് പറയുന്ന പോയിന്റും A എന്ന് പറയുന്ന പോയിന്റും കിടക്കുന്നത് ആണ് അല്ലെ. അപ്പോൾ ഈ പറയുന്ന Aയും Bയും എന്ത് തരുന്ന പോയിന്റുകളാണ്? നമുക്ക് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന പോയിന്റുകളാണ് അല്ലെ. അതുപോലെ പോയിന്റ് Aയും പോയിന്റ് Cയും എന്താണ്, ഒരേ ഇൻഡിഫറൻസ് കർവിലല്ലേ.
നോക്ക്, എ എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് 1-ലും ഉണ്ട്, ഇൻഡിഫറൻസ് കർവ് 2-ലും ഉണ്ട് അല്ലെ. അപ്പൊ അതിനർത്ഥം എന്താണ്? ഇത് രണ്ടും അതിൽ കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും നമുക്ക് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്നു എന്ന് അവിടെയും പറയാം അല്ലെ. അപ്പോ ബിയും സിയും എന്താണ് നമുക്ക് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്നു എന്ന് പക്ഷെ നമുക്ക് പറയാൻ പറ്റുമോ? അതായത് ഇത്രയേ ഉള്ളൂ. ഇവിടെ IC1 എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം, IC1 ഒരു പോയിന്റ് ആണ് എ എന്നിരിക്കട്ടെ, ഇത് ബി എന്ന് പറയുന്ന മറ്റൊരു പോയിന്റും ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, ഇനി അടുത്തത് IC2 ആണ്. ഇതിലെ ഒരു പോയിന്റ് ആണ് സി. ഈ പോയിന്റ് എന്താണ്? എ ആണ്. അപ്പോൾ ഈ എ ആണ് എന്താ ഇന്റർസെക്ട് ചെയ്യുന്നത്? ഇതേ സാധനം തന്നെയാണ് ഞാൻ ഒന്നുകൂടെ പറയാൻ വേണ്ടി ഇവിടെ വരച്ചു എന്നുള്ളത്. ഈ എയും ഈ ബിയും ഒരേ കർവിൽ കിടക്കുന്നു, അതുപോലെ എയും സിയും IC2-ലും കിടക്കുന്നു. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? എ ആണ്. പക്ഷേ എന്ന് കരുതിയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ ബിയും സിയും നമുക്ക് ഒരേ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്നു എന്ന്? ഇല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം IC1 നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ഹയർ ഇൻഡിഫറൻസ് കർവ് എന്ത് ചെയ്യുന്നു? ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്നു എന്നാ. അപ്പോൾ ഈ IC1-നേക്കാൾ സാറ്റിസ്ഫാക്ഷൻ ആര് തരുന്നുണ്ട്? IC2 തരുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, രണ്ട് ICs എന്ത് ചെയ്യില്ല? ടച്ച് ചെയ്യുകയോ അവര് പരസ്പരം ഇന്റർസെക്ട് ചെയ്യുകയോ ചെയ്യില്ല. അതാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഒരു അബ്സേർഡ്, ലോജിക്കലി അബ്സേർഡ് ആണ്. അതുകൊണ്ട് തന്നെ ഹെൻസ് നോ ടു ICs ക്യാൻ ടച്ച് ഓർ ഇന്റർസെക്ട് ഈച്ച് അതർ. അപ്പൊ എന്തുകൊണ്ടാണ് ICs പരസ്പരം ഇന്റർസെക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞത് എന്ന് മനസ്സിലായല്ലോ. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞതാണ് എ ഹയർ IC ഇൻഡിക്കേറ്റ്സ് എ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ. ഉയർന്ന ICകൾ എന്ത് കാണിക്കുന്നു? ഉയർന്ന ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കാണിക്കുന്നു. ഇവിടെ ഗുഡ് 1ഉം ഗുഡ് 2 ആണ്. നിങ്ങൾ വേറൊരു കാര്യം മറന്നു പോകരുത്. എന്താണ് ഗുഡ് 1 ഗുഡ് 2? രണ്ട് ആക്സിസിലും നമുക്ക് ഗുഡ്സ് ആണ് ഉള്ളത്. കാരണം ഗുഡ്സിന്റെ ഇടയിലുള്ള സാറ്റിസ്ഫാക്ഷൻ റേറ്റ് അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ ആണ് IC പഠിക്കുന്നത് കേട്ടോ. കാരണം എല്ലാവർക്കും അനുഭവമുള്ള സിറ്റുവേഷൻ ആയിരിക്കും. നമ്മൾ വലിയ കാര്യത്തിൽ എല്ലാം ഒക്കെ പഠിച്ചു വെച്ചിട്ട് ചിലപ്പോൾ ഈ ഗ്രാഫ് വരച്ചിട്ട് ഈ ആക്സിസിൽ എന്താണ് എന്ന് ആലോചിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം ശരിക്കും അത് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരില്ല. എന്നാലും ഞാൻ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് നമ്മുടെ അടുത്ത പ്രോപ്പർട്ടി? എ ഹയർ IC ഇൻഡിക്കേറ്റ്സ് എ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആസ് കമ്പയർഡ് ടു എ ലോവർ IC. ഒരു താഴ്ന്ന ലെവലിലുള്ള ICയെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഉയർന്ന ലെവലിലുള്ള IC അഥവാ ഇൻഡിഫറൻസ് കർവ് എന്ത് കാണിക്കുന്നു? ഹയർ സാറ്റിസ്ഫാക്ഷനെ കാണിക്കുന്നു. അതായത് ഇവിടെ IC1-നേക്കാൾ എന്താണ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത്? IC2 ആണ്. ഓക്കെ, ഇത് IC1 ലോവറും IC2 ഹയറും ആണ്. ഒരു ഹയർ IC എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്യൂമർ പ്രിഫേഴ്സ് മോർ ഗുഡ്സ് അല്ലേ. അവിടെ എന്താണ് കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത്? എന്താണ്? IC2 ആണ്. എൻ്റെ മുന്നിലേക്ക് IC1-ലുള്ള രണ്ട് കോമ്പിനേഷൻസ് കൊണ്ടുവച്ചേക്കുന്നു. എന്താണ് 5ഉം 10ഉം ആണെന്നിരിക്കട്ടെ. ഇതൊരു IC1-ലെ കോമ്പിനേഷനാണ്. അടുത്ത IC2-ൽ എനിക്കൊരു കോമ്പിനേഷൻ തന്നു 8ഉം 12ഉം. ഞാൻ ഏത് ചൂസ് ചെയ്യും? IC2 ചൂസ് ചെയ്യും. കാരണം എന്താണ്? ഹയർ ICയിൽ നിന്നാണ് എനിക്ക് ഹയർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമ്മൾ എത്ര പ്രോപ്പർട്ടീസ് ആണ് ഇപ്പം പറഞ്ഞത്? ആദ്യം തന്നെ പറഞ്ഞു എന്താണ്? സ്ലോപ്സ് ഡൗൺവേർഡ്സ് ടു ദ റൈറ്റ് എന്ന് പറഞ്ഞു, അതുപോലെ കോൺവെക്സ് ടു ദ ഒറിജിൻ ആണെന്ന് പറഞ്ഞു, അതുപോലെ ഇന്റർസെക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇനി നമ്മുടെ നാലാമത്തെ പ്രോപ്പർട്ടി ആണ് എന്തെന്ന് പറയുന്നത്? ആൻഡ് IC ഡസ് നോട്ട് ടച്ച് ദി ആക്സിസ്. എന്ത് ചെയ്യില്ല? IC അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് ആക്സിസിനെ ടച്ച് ചെയ്യില്ല അല്ലെ. ഇതല്ലേ നമ്മുടെ രണ്ട് ആക്സിസ്, X ആക്സിസും Y ആക്സിസും. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് ഇതാണ്. എപ്പോഴെങ്കിലും ഇത് ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ. This is not possible because of our assumption that a consumer considers different combinations of two commodities and wants both of them. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാത്തത്? നമ്മുടെ അസംഷൻ അനുസരിച്ച് ഇൻഡിഫറൻസ് കർവിൽ ഒരു കൺസ്യൂമർ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് ഗുഡ്സിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസിനെ പ്രിഫർ ചെയ്യുന്നുണ്ട് അല്ലെ. അദ്ദേഹം അത് വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ വോണ്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഇതില് എന്താണ്? ഈ കർവ് ഏതെങ്കിലും ഒരു ആക്സിസിൽ, അതായത് X ആക്സിസിലോ Y ആക്സിസിലോ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം?
he is satisfied with only one commodity and does not want the other, which is contrary to our assumption. എന്തേ ഉള്ളൂ, അതായത് ഇതാണ് 0 എനിക്കുള്ള ഒരു വാണ്ട് എന്ന് വെക്കുക, എനിക്ക് 0 മതി എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സാധനം ആവശ്യം ഇല്ല എന്നാണ് അല്ലെ. എനിക്ക് ഇത് മാത്രം മതി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കർവ് ഇങ്ങനെ വരികയുള്ളൂ അല്ലെ, ടച്ച് ചെയ്യില്ല, കാരണം അതെന്തല്ല, ശരിയല്ല. അപ്പോൾ നമ്മുടെ അസംഷൻ അനുസരിച്ച് എന്താണ്, ഇത്രയും പോരാ, നമുക്ക് 2 ഗുഡ്സും കുറച്ചെങ്കിലും വേണം അല്ലെ. ഇപ്പൊ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഇങ്ങനെ വരണം, അല്ലാതെ ഇവിടെ 0 ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അതൊന്നുകൂടി പറയാം. IC ഡസ് നോട്ട് ടച്ച് ദ ആക്സിസ്. എക്സ് ആക്സിസിനെയോ വൈ ആക്സിസിനെയോ എന്ത് ചെയ്യുന്നില്ല, IC ടച്ച് ചെയ്യുന്നില്ല, ഇൻഡിഫറൻസ് കർവ് ടച്ച് ചെയ്യുന്നില്ല. വൈ, എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസംഷൻ അനുസരിച്ച്, നമ്മുടെ ഇതനുസരിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗുഡ്സിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് അല്ലെ. അവിടെ ഒരെണ്ണം മാത്രം ചൂസ് ചെയ്യുക, ഒരെണ്ണം ചൂസ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ICA ഇല്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, IC ഡസ് നോട്ട് ടച്ച് ദ ആക്സിസ്. ഒന്നുകൂടി നോക്കാം. ദിസ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് അവർ അസംഷൻ ദാറ്റ് എ കൺസ്യൂമർ കൺസിഡേഴ്സ് ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് 2 commodities ആൻഡ് വോൺസ് ബോത്ത് ഓഫ് ദ. ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഉള്ള 2 commodities ആവശ്യമാണ്, അതെന്ത് ചെയ്യുന്നു, അവർ കൺസ്യൂം ചെയ്യുന്നു എന്നാണ്. ഇഫ് ദ കർവ് ടച്ച് എയ്തർ ഓഫ് ദ ആക്സിസ്, ഇനി കർവ് ഏതെങ്കിലും ഒരു ആക്സിസിനെ ടച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, ആ കൺസ്യൂമറിന് എന്താണ്, ഹീ ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ഓൺലി 1 commodity. അയാൾ ഒരു കമ്മോഡിറ്റി വെച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ആൻഡ് ഡസ് നോട്ട് വോണ്ട് ദ അതർ, അദ്ദേഹത്തിന് മറ്റേ കമ്മോഡിറ്റി വേണ്ട എന്നാണ്. അതെന്താണ്, നമ്മുടെ അസംഷൻ അനുസരിച്ച് കോൺട്രറി ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പോ ഈ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എക്സിന്റെ എമൗണ്ട് 0 മതിയെന്ന, അല്ലെങ്കിൽ വൈ ആക്സിസിൽ ടച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വൈയുടെ എമൗണ്ട് 0 മതിയെന്ന. അപ്പൊ അങ്ങനെ ഒരിക്കലും നടക്കില്ല. അപ്പൊ നമ്മുടെ 4ാമത്തെ പ്രോപ്പർട്ടിയാണ് IC ഡസ് നോട്ട് ടച്ച് ദി ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ 4 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, IC ഡൗൺവേർഡ്സ് ടു ദി റൈറ്റ് അല്ലെ, ICയുടെ സ്ലോപ്സ് ഡൗൺവേർഡ്സ് ടു ദി റൈറ്റ്. സ്ലോപ്പ് എങ്ങനെയാണ്, ഡൗൺവേർഡ്സ് ടു ദി റൈറ്റ് ആണ്. പിന്നീട് എന്താ നമ്മൾ പറഞ്ഞത്, IC കോൺവെക്സ് ടു ദ ഒറിജിൻ. നമ്മൾ എന്താണ്, ഒറിജിനിലോട്ട് കോൺവെക്സ് ആണ് ICയുടെ ഷേപ്പ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ICs ഡസ് നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. 2 ICകൾ തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, പരസ്പരം ഇന്റർസെക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, IC ഡസ് നോട്ട് ടച്ച് ദി ആക്സിസ്. അപ്പോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ 4 പ്രോപ്പർട്ടീസ് പഠിച്ചു. നമ്മുടെ PSCയുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്താണ്, ഈ 4 സ്റ്റേറ്റ്മെന്റുകൾ അങ്ങ് തരും അല്ലെ. എന്താണ്, IC ഡസ് നോട്ട് ടച്ച് ദ ആക്സിസ്, IC ഇന്റർസെക്ട് ഈച്ച് ഡസ് നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ, IC കോൺവെക്സ് ടു ദ ഒറിജിൻ, എന്താണ്, IC സ്ലോപ്സ് ഡൗൺവേർഡ് ടു ദ ലെഫ്റ്റ്. കറക്റ്റ് ആണോ? IC ഡൗൺവേർഡ്സ് ടു ദ എന്താണ്, സ്ലോപ്സ് ഡൗൺവേർഡ്സ് ടു ദ റൈറ്റ് ആണ്. നമ്മുടെ ഇതനുസരിച്ച് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റിച്ച് തരും അല്ലെ. എന്നിട്ട് ഇതിൽ എന്താണ് 1 and 2 ട്രൂ, അല്ലെങ്കിൽ എന്താണ്, അങ്ങനെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഈ 4 പ്രോപ്പർട്ടി നമുക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. അതുപോലെ ഓരോ പ്രോപ്പർട്ടിയും ഉണ്ടാവാനുള്ള റീസൺ എന്താണ്, ഓരോന്നും ഞാൻ പറഞ്ഞതാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രോപ്പർട്ടി വരുന്നത് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് ഷേപ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. എന്നാണ് ഷേപ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നേരത്തെ പറഞ്ഞതാണല്ലോ എന്താണ്, IC ഈസ് ഓൾവേസ് കോൺവെക്സ് ടു ദ ഒറിജിൻ എന്നല്ലേ നമ്മൾ പറഞ്ഞത് എന്ന് പറയും അല്ലെ. ഇവിടെ എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന IC എടുത്താലും എന്താണ്, ഇതിന്റെ ഷേപ്പ് എന്താണ്, സ്ലോപ്സ് ഡൗൺവേർഡ്സ് ടു ദ റൈറ്റ്. ആൻഡ് എന്താണ്, ഇതൊരു കോൺവെക്സ് ഷേപ്ഡ് IC ആണ്, ഇൻഡിഫറൻസ് കർവ് ആണ് അല്ലേ, ആണ്. അപ്പോൾ ഇനി ഇതിൽ എന്താണ് മാറ്റം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. വേരിയസ് കൺസ്യൂമർ ടേസ്റ്റ് പാറ്റേൺസ് ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് ത്രൂ ഇൻഡിഫറൻസ് കർവ് അല്ലേ. നമുക്ക് എന്താണ്, ഓരോരുത്തരുടെയും ടേസ്റ്റ് പാറ്റേൺസ് അല്ല, നമ്മുടെ എന്താണ്, ടേസ്റ്റ് എന്ന് തന്നെ പറയാം അല്ലെ. നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ചല്ലേ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. എൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല ആരുടേത്, മറ്റൊരാളുടേത് അല്ലെ. അങ്ങനെയാണെങ്കിൽ അത് ഓരോന്നും എങ്ങനെയാണ് ഇൻഡിഫറൻസ് കർവിൽ മാറ്റം ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഒന്നാമത്തത് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഞാൻ മുന്നേ പറഞ്ഞു എന്താണ്, IC ഈസ് ഓൾവേസ് കോൺവെക്സ് ടു ദ ഒറിജിൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ സംസാരിച്ച കാര്യമാണ്. ഇവിടെ എന്തുണ്ട്, നമുക്ക് എക്സ്ട്രീം സിറ്റുവേഷൻസ് ഉണ്ട്, അഥവാ എക്സെപ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ
പന്ത് കളിക്കാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും കളിക്കുന്നവരായിരിക്കും. അപ്പോൾ എനിക്ക് റെഡ് ബോൾ ഉപയോഗിച്ചാലും ഗ്രീൻ ബോൾ ഉപയോഗിച്ചാലും എന്താണ് എനിക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല. ചിലപ്പോൾ എനിക്ക് ആ കളറിനോട് ഒരു ഇഷ്ടം ഉണ്ടാവും എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൽ വലിയ എന്താണ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവില്ല, മാറി എന്ന് കരുതി. അപ്പോൾ ഇതെന്താണ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അതായത് ഒരു റെഡ് ബോളും ഒരു ഗ്രീൻ ബോളും എന്താണ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഈ ചായയും കാപ്പിയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുമെങ്കിലും ചായ കുടിക്കുന്ന സുഖം കാപ്പി കുടിച്ചാൽ കിട്ടില്ല, ചിലർക്ക് കാപ്പി കുടിക്കുന്ന സുഖം ചായ കുടിച്ചാൽ കിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ റെഡ് ബോളും ഗ്രീൻ ബോളും ഒക്കെ എന്താണ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണെന്ന് പറയാം. ഇവിടെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നവർ കാണും അല്ലെ, അതെന്താ എനിക്ക് ഗ്രീനോടാണ് ഇഷ്ടമെങ്കിൽ എനിക്ക് റെഡ് ബോൾ അത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ആവുമെന്ന്. പക്ഷെ നമ്മൾ അസ്യൂം അല്ല, നമ്മൾ പറയുന്നത് എന്താണ് റെഡ് ആൻഡ് ഗ്രീൻ ബോൾ ക്യാൻ ബി പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഇനി ശരിക്കും എന്താണ് ഈ സബ്സ്റ്റിറ്റ്യൂട്ട്സ്? ഒന്നിന് പകരം ഉപയോഗിക്കാവുന്നതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് ക്രിക്കറ്റ് ഒക്കെ കളിക്കുമ്പോൾ പറയില്ലേ സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഇറക്കുക അല്ലെ, ഒരാൾക്ക് പകരം പറ്റും. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പകരക്കാരൻ അല്ലെങ്കിൽ പകരം എന്ന് പറയാം അല്ലെ. എന്താ നോക്കാം. He might be willing to substitute one type of ball for another at a rate of 1 for 1. The indifference curve would be a set of parallel lines with a slope of -1. അതായത് എന്താവും, ഒരു കൺസ്യൂമർ ഞാനാണെന്നിരിക്കട്ടെ, ഞാൻ റെഡ് ബോളിന് പകരം എന്താണ് ഈ പറയുന്ന ഗ്രീൻ ബോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നിരിക്കട്ടെ. അവിടെ ഇൻഡിഫറൻസ് കർവ്സ് എന്താവും, ഒരു സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് ആയിരിക്കും. ദാ ഇവിടെ നോക്കാം, ഇതൊരു ഇൻഡിഫറൻസ് കർവ, ഇതടുത്തതൊരു ഇൻഡിഫറൻസ് കർവ, ഇതിങ്ങനെ. അപ്പോ ഇവിടെയൊക്കെ എന്താണ്, ഇതെല്ലാം പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കാര്യത്തിലാണ്. എന്താണ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഓക്കെ, ഇനി ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ലോപ്പ് -1 ആയിരിക്കും. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഗുഡ്സിന്റെ കാര്യത്തിൽ ICയുടെ സ്ലോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? -1 ആണ്. ഇവിടെ എന്താണ് ആ ഒരു ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ പോലെ പാരലൽ ലൈൻസ് ആയിരിക്കും. ഇനി ഇൻഡിഫറൻസ് കർവ് ഫോർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആർ സ്ട്രെയിറ്റ് ലൈൻസ് ഹൂസ് സ്ലോപ്സ് ഇൻഡിക്കേറ്റ്സ് ദ റേറ്റ് അറ്റ് വിച്ച് വൺ ഗുഡ് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദി അതർ. അതായത് എന്താണ് പറഞ്ഞേക്കുന്നത്? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതാ നമുക്ക് നോക്കിയെടുക്കാം. ഇങ്ങനെ എടുത്താൽ എന്താണ്? പാരലും ആയിരിക്കും, സ്ട്രെയിറ്റ് ലൈൻസും ആയിരിക്കും പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കാര്യത്തിൽ. ഓക്കെ, ഇനി നമുക്ക് പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ്. പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിനോടൊപ്പം ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഗുഡ്. നമ്മൾ പറയില്ലേ പെട്രോളും കാറും എന്നാണ് പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് ആണ്. പെട്രോളും കാറും എന്താണ്? പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് ആണ്. അതായത് കാറിന്റെ കൂടെ എന്തും കൂടെ വേണം, പെട്രോളും കൂടി ഉപയോഗിക്കേണ്ടതുണ്ട് അല്ലെ. പെട്രോൾ ഇല്ലാണ്ട് കാർ ഓടോ? ഇല്ല. അതുപോലെ പെന്നും ഇങ്കും കോംപ്ലിമെന്റ്സ് ആണ്. അപ്പോ ഇങ്ങനെയുള്ള പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സിന്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ ഈ പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് എന്ന് കേട്ടപ്പോ? അതായത് ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. Left and right angles are perfect complements as one of them is of number of no use without the other. അതായത് നമുക്ക് സോക്സിന്റെ കാര്യം എടുത്താൽ എനിക്ക് ലെഫ്റ്റ് കാലിൽ ഇടാനുള്ള സോക്സേ ഉള്ളൂ, റൈറ്റിലേതില്ല, വല്ല ഉപയോഗവും ഉണ്ടായില്ല. അതൊക്കെ എന്താ? പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ്. അങ്ങനെയുള്ള പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സിന്റെ കാര്യത്തിൽ there is no rate at which a consumer will likely to substitute one socks with another. The indifference curve for perfect complements are L-shaped or right angled. ഇത് ഒരു ഇതായിരുന്നാൽ ഇതെന്താണ്? ഇതാണ് പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സിന്റെ എന്ത്? ഇൻഡിഫറൻസ് കർവ്. ഇതെന്താണ്? റൈറ്റ് ആംഗിൾ അല്ലേടെ? ഇതെന്താണ്? റൈറ്റ് ആംഗിൾ ആണ്. റൈറ്റ് ആംഗിൾ ആണ്, അല്ലെങ്കിൽ എന്താണ്? എൽ ഷേപ്ഡ് ആണ്. നമുക്കൊന്ന് നോക്കാം. ഇത് തന്നെയല്ലേ നമ്മുടെ PYQവിൽ ഉണ്ടായിരുന്ന ആ ചോദ്യവും? ഞാൻ ആദ്യം പറഞ്ഞ ആ ചോദ്യം നമുക്ക് അതിലോട്ടൊന്ന് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞ ആ ചോദ്യത്തിലേക്ക് ഒന്ന് നോക്കിയേ. നമ്മൾ ക്ലാസിന്റെ തുടക്കത്തിൽ എന്നാണ് പറഞ്ഞത്? ഇഫ്
ടു ഗുഡ്സ് ആർ പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ്. രണ്ട് സാധനങ്ങൾ പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് ആയാൽ their indifference curve would be dash. റൈറ്റ് ആംഗിൾ, സ്ട്രെയിറ്റ് ലൈൻസ്, പാരബോളിക്, റെക്ടാങ്കുലർ, ഹൈപ്പർബോളാസ്. നിങ്ങൾ ഇനി ഒന്ന് പറഞ്ഞേ, ഇതിൽ ഏതാണ് ആൻസർ? എന്താണ്? റൈറ്റ് ആംഗിൾ ആണ് അല്ലെ? എങ്ങനാ നിങ്ങൾക്ക് അത് കിട്ടിയത്? ഞാൻ ഈ പോർഷൻ പറഞ്ഞപ്പോ ദാ പറഞ്ഞു, എന്താണ്? പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സിൽ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് എന്താണ്? എൽ ഷേപ്ഡ് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആയിരിക്കും. എൽ ഷേപ്ഡ് അല്ലെങ്കിൽ എന്താണ്? റൈറ്റ് ആംഗിൾ ആയിരിക്കും. അത് തന്നെയല്ലേ നമ്മുടെ ആ PYQവിൽ പറഞ്ഞതും. അതിൽ മറ്റൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, എന്തെന്ന്? അതായത് സ്ട്രെയിറ്റ് ലൈൻസ് എന്തിനാണ് വരുന്നത്? നമ്മുടെ എന്തിലാണ്? നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഗുഡ്സിന്റെ കാര്യത്തിലാണ്. ദാ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനാണ് ഈ ഒരു PYQവിന് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ആൻസർ കൊടുത്തത് എന്ന്? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ ആണ് അല്ലെ? ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്സ് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ആദ്യം കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ് എന്ന് പറഞ്ഞു. അതിനുശേഷം നമുക്ക് അവിടെ എന്തുണ്ട് എന്ന് പറഞ്ഞു? ചില എക്സ്ട്രീംസ് ഉണ്ട് അല്ലെങ്കിൽ എക്സെപ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ എക്സെപ്ഷൻസ് പറഞ്ഞപ്പോഴാണ് പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സിന്റെ കാര്യം പറഞ്ഞത്. പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിന്റെ കൂടെ ഉപയോഗിക്കേണ്ട മറ്റൊന്ന് അല്ലെ? സോക്സ്, രണ്ട് സോക്സ് ഇല്ലാണ്ട് നമുക്കൊരു കാര്യവും ഇല്ല. അപ്പൊ അങ്ങനെ ഉള്ളതിൽ എന്തായിരിക്കും? ഇവിടെ കൺസ്യൂമറിന് ഒരു സോക്സ് മറ്റൊന്നിന് വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താണ്? അവിടെ ഒരു MRS ഒന്നും ഇല്ല അല്ലെ? അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷനേ നടക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇൻഡിഫറൻസ് കർവ് എന്താവും? പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സിന്റെ കാര്യത്തിൽ എൽ ഷേപ്ഡ് അല്ലെങ്കിൽ നമുക്ക് എന്ന് പറയാം റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ എൽ ഷേപ്പ്. ഇതാണ് എന്ത്? റൈറ്റ് ആംഗിൾ. ഇങ്ങനെ ആയിരിക്കും. ഇതായിരുന്നു എന്ത്? നമ്മുടെ പഴയ PYQ. ചിലപ്പോൾ അടുത്ത തവണ ഇതായിരിക്കില്ല ചോദിക്കുന്നത്. എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കാര്യമായിരിക്കും. അവിടെ എന്തെന്ന് പറയാൻ നമുക്ക്? സ്ട്രെയിറ്റ് ലൈൻസ് ആണ് എന്ന് പറയാം. സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കാര്യത്തിൽ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻസ് ആണ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഒരു PYQ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഇന്ന് പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. നമ്മുടെ PSC ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അതേ മോഡലിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ്മെന്റ് വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ കറക്റ്റ് അല്ലെ? ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും ഇതിന്റെ കൂടെ അല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാണ്, നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് കറക്റ്റും ഇൻകറക്റ്റും ഒക്കെ നമുക്ക് മാറിപ്പോവും. അതായത് നമ്മൾ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളത് വായിച്ചിട്ട് നമ്മൾ ഇൻകറക്റ്റ് ആയിട്ടുള്ളതൊക്കെ വെച്ച് ആൻസർ എഴുതാറുണ്ട്. അത് പാടില്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. നമുക്ക് എന്താണ് ഇവിടെ നിന്ന് കണ്ടുപിടിക്കേണ്ടത്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. An indifference curve represents all combinations of goods that give equal satisfaction to a consumer. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അതാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഇൻഡിഫറൻസ് കർവ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ദാറ്റ് ഗീവ് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ടു എ കൺസ്യൂമർ. ഒരു കൺസ്യൂമറിന് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിലുള്ള എല്ലാ ഗുഡ്സിന്റെ അല്ലെ, രണ്ട് ഗുഡ്സിന്റെ കോമ്പിനേഷൻസിനെയാണ് എന്ത് കാണിക്കുന്നത്? ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അതാണ്. അവിടെ ഇരുന്നോട്ടെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? എ ഹയർ ഇൻഡിഫറൻസ് കർവ് എന്താണ്? എ ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ്സ് എ ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. നമ്മുടെ ഇവിടുത്തെ പോയിന്റുകൾ എന്താണ് നോക്കുക. ഹയർ ഇൻഡിഫറൻസ് കർവ് എന്ത് ചെയ്യുന്നു? ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്നു അല്ലെ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻഡിഫറൻസ് കർവ്സ് ക്യാൻ ഇന്റർസെക്ട് ഈച്ച് അതർ. അടുത്തത് ദ സ്ലോപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ് ഈസ് കാൾഡ് ദ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്തെന്ന് പറയുന്നു? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അഥവാ MRS എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റുകളായിട്ട് പരിശോധിക്കാം. അതിനു മുന്നായിട്ട് നമുക്ക് ABCD എന്ന് പറയുന്ന 4 ഓപ്ഷൻസും ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 and 4 ആർ കറക്റ്റ്. ബി എന്താണ്? ഓൺലി സ്റ്റേറ്റ്മെന്റ്സ് 2 and 3 ആർ കറക്റ്റ്. സി എന്താണ്? ഓൺലി
സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. ഡി എന്താണ്? സ്റ്റേറ്റ്മെന്റ്സ് 1, 2 and 4 ആർ കറക്റ്റ്. നമുക്ക് ഓരോന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ആൻ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ്സ് ഓൾ കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സ് ദാറ്റ് ഗിവ് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ടു എ കൺസ്യൂമർ. ഇത് തന്നെയല്ലേ നമ്മൾ ആദ്യം പഠിച്ചത്? ഒരു ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസ്യൂമറിന് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന എല്ലാ കോമ്പിനേഷൻസിനെയും കൂടി ചേർക്കുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പോ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തേത് എന്താണ്? A higher indifference curve represents a lower level of satisfaction compared to a lower എന്നാണ് പറഞ്ഞേക്കുന്നത്. ആണോ? അതായത് ഹയർ IC ഷോസ് ഹയർ സാറ്റിസ്ഫാക്ഷൻ എന്നല്ലേ നമ്മൾ പഠിച്ചത്? ഗ്രാഫ് വരച്ച. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ? തെറ്റാ. ഇനി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെ വന്നിട്ട് നോക്ക്, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ് എന്ന് പറയുന്ന ഏതൊക്കെയാണ് ഉള്ളത്? 2 ഓപ്ഷൻസ് ആ ഉള്ളത്, ബിയും ഡിയും. അപ്പൊ ഇതിനെ രണ്ടിനെ നമുക്ക് വെട്ടിക്കൂടെ? കാരണം നമുക്ക് മനസ്സിലായി 2 തെറ്റാണ്. അപ്പൊ ഈ 2 ഓപ്ഷനെ നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ ഉള്ളത് എയും സിയും ഓപ്ഷൻ ആണ് അല്ലെ? അപ്പോ നോക്കാം. ഇൻഡിഫറൻസ് കർവ് ക്യാൻ ഇന്റർസെക്ട് ഈച്ച് അതർ. അത് ശരിയാണോ? അല്ല, നമ്മള് പ്രോപ്പർട്ടീസിൽ പഠിച്ചതാണ് ഇൻഡിഫറൻസ് കർവ് കനോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ അല്ലെ? നമ്മൾ പറഞ്ഞു അവരെന്ത് ചെയ്യാറില്ല, ഇങ്ങനെ കട്ട് ചെയ്യാറില്ല എന്ന് പഠിച്ചു. അപ്പം ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ് അല്ലെ? അപ്പം തന്നെ നമുക്ക് ഓൾറെഡി നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇല്ലെങ്കിൽ ഇനി ഇത് തെറ്റാണെന്ന് അറിഞ്ഞാലും നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാമായിരുന്നു. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ദ സ്ലോപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ് ഈസ് കാൾഡ് ദി മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ദ സ്ലോപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ് ഈസ് കാൾഡ് ദി മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അഥവാ MRS. ശരിയാണോ? ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പിനെ ആണോ നമ്മൾ MRS എന്ന് വിളിച്ചത്? അതെ അല്ലെ? നമ്മൾ പറഞ്ഞു ഒരു യൂണിറ്റ് കൊടുക്കുമ്പോൾ അടുത്ത യൂണിറ്റ് കിട്ടുന്നു. അപ്പൊ എന്താണ്? സ്ലോപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ് ഈസ് കാൾഡ് ദി മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അത് ശരിയാണ്. അപ്പോ ഇതിൽ നമ്മുടെ എന്താണ് ആൻസർ? എന്താണ്? ഓൺലി സ്റ്റേറ്റ്മെന്റ്സ് 1 and 4 ആർ കറക്റ്റ് എന്നാണ്. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് നമുക്ക് ഇത് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത്? ഓക്കെ, അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ കറക്റ്റ്? An indifference curve represents all combinations of goods that give equal satisfaction to a consumer. And എന്താണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്? The slope of the indifference curve is called the marginal rate of substitution. അപ്പൊ ഈ 2 സ്റ്റേറ്റ്മെന്റിലും ഉള്ള കറക്ഷൻ എന്താണ്? A higher indifference curve represents lower level of satisfaction അല്ല, higher level of satisfaction ആണ് അല്ലെ? അപ്പൊ അതാണ് അവിടത്തെ തെറ്റ്. അതുപോലെ ഇൻഡിഫറൻസ് കർവ്സ് എന്താണ്? ക്യാൻ ഇന്റർസെക്ട് ഈച്ച് അതർ അല്ല, കനോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ ആണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അല്ലെ? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് അല്ലെ? വീണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നുള്ളൂ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അഥവാ MRS ഡിക്രീസസ് ആസ് മോർ ഓഫ് ഓൺ ഗുഡ് ഈസ് കൺസ്യൂംഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അഥവാ MRS ഡിക്രീസ് ചെയ്യും ആസ് മോർ ഓഫ് ഓൺ ഗുഡ് ഈസ് കൺസ്യൂംഡ്. ഓരോ യൂണിറ്റ് ഗുഡ്സ് അധികം കൺസ്യൂം ചെയ്യും തോറും മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അഥവാ MRS എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, അവിടെ ഇരുന്നോട്ടെ ആ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻഡിഫറൻസ് കർവ്സ് ഫോർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആർ സ്ട്രെയിറ്റ് ലൈൻസ് എന്നാണ്. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ ഇതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെ? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ എന്താണ്? ഇൻഡിഫറൻസ് കർവ് സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ഇവിടെ എന്താണ് നമ്മൾ നോക്കേണ്ടത്? MRS ഡിക്രീസസ് ആസ് മോർ ഓഫ് ഓൺ ഗുഡ് ഈസ് കൺസ്യൂംഡ്. ഇതാണ് അല്ലെ നമ്മുടെ കോർ സാധനങ്ങളാണ് ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? അണ്ടർലൈൻ ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻഡിഫറൻസ് കർവ്സ് ഫോർ പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് ആർ എൽ ഷേപ്ഡ്. പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സിന്റെ എന്താണ്? ഇൻഡിഫറൻസ് കർവ് എൽ ഷേപ്ഡ് ആണ്. ഇത് ഓൾറെഡി നമ്മൾ PYQല് പറഞ്ഞാണ്. ഞാൻ അന്ന് പറഞ്ഞു എൽ ഷേപ്ഡ് ഓർ എന്താണ്? റൈറ്റ് ആംഗിൾ. ഇങ്ങനെ 2 രീതിയിലും ചോദിക്കാം കേട്ടോ. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ? MRS ഈസ് കോൺസ്റ്റന്റ് ഫോർ ഇംപെർഫെക്റ്റ്
സബ്സ്റ്റിറ്റ്യൂട്ട്. എന്താണ്? MRS കോൺസ്റ്റന്റ് ആണ് എന്തിന്? ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്. ഇത് 4ഉമാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റുകൾ. ഇനി ഓരോന്നിനെയും നമുക്ക് നോക്കാം, ഓപ്ഷൻസ് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ഓൺലി സ്റ്റേറ്റ്മെന്റ്സ് 1, 2 and 3 are correct. B. Only statements 2 and 4 are correct. Only statements 1 and 3 are correct. All statements are correct. അല്ലേ? ഇനി ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അഥവാ MRS ഡിക്രീസസ് ആസ് മോർ ഓഫ് ഓൺ ഗുഡ് ഈസ് കൺസ്യൂമഡ് ആണോ? ആലോചിച്ച് നോക്കിയേ. നമ്മൾ എന്തായിരുന്നു 12, 6 എന്ന് പറയുന്ന കോമ്പിനേഷനിൽ MRS നമ്മൾ നോക്കിയപ്പോൾ ഒന്നും ഇല്ലായിരുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്താണ് 6, 2 എന്ന് വന്നപ്പോഴത്തേക്ക് എന്താണ്? 12, 1, 6, 2 ആയപ്പോൾ MRS 6 ആയിരുന്നു. പിന്നെ അത് 4, 3 ആയപ്പോഴത്തേക്ക് എന്താണ്? MRS 2 ആയിരുന്നു അല്ലെ? 2, 4 അല്ല 6, 4, 2, 1 ഇങ്ങനെയാണ് പോയത് അല്ലെ? 6, 4, 2, 1 എന്നൊക്കെയാണ് നമ്മൾ ആ എക്സാമ്പിളിൽ MRS കുറഞ്ഞത്. അപ്പോ ഇവിടെ എന്താണ്? MRS ഡിക്രീസ് ചെയ്യാണ്. എപ്പോഴാണ്? മോർ ഓഫ് ഓൺ ഗുഡ് ഈസ് കൺസ്യൂംഡ് അല്ലേ? ആ 12 എന്നുള്ളതിൽ നിന്ന് 6 ആയിട്ട് ഒരെണ്ണം കുറഞ്ഞെങ്കിലും മറ്റത് എന്ത് ചെയ്തു? കൂടി. അപ്പോൾ എന്താണ്? ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം എന്താണ്? കൂടുതൽ യൂണിറ്റ് ഓഫ് ഒരു ഗുഡ് കൺസ്യൂം ചെയ്തപ്പോൾ MRS ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാ. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇൻഡിഫറൻസ് കർവ്സ് ഫോർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആർ സ്ട്രെയിറ്റ് ലൈൻ. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ ഇൻഡിഫറൻസ് കർവുകൾ എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്? സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ശരിയാണോ? ആണ്. കാരണം നമ്മൾ പഠിച്ചതാണ് ഇൻഡിഫറൻസ് കർവ് ഈസ് ഓൾവേസ് കോൺവെക്സ് ടു ദ ഒറിജിൻ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു എന്താണ്? ഈ പറയുന്ന പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെയും പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സിന്റെയും കാര്യത്തിൽ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കാര്യത്തിൽ വരുമ്പോൾ എന്താണ്? ഇത് സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. എന്താണ്? സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇപ്പൊ ഇനി ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയുടെ? 1ഉം 2ഉം കറക്റ്റ് ആയിട്ടുള്ള എത്ര സ്റ്റേറ്റ്മെന്റ്സ് ആ ഉള്ളത്? ഇതുണ്ട്, A ഉണ്ട് അല്ലേ ഓപ്ഷൻ. പക്ഷെ അതിൽ 3ഉം കൂടെ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാതെ നമുക്ക് അത് ആൻസർ ആണെന്ന് പറയത്തില്ല. പക്ഷെ സ്റ്റേറ്റ്മെന്റ് 2ഉം 4ഉം കറക്റ്റ് ആണെന്ന് മാത്രം പറഞ്ഞിരിക്കുന്ന ഓപ്ഷനെ നമുക്ക് അങ്ങ് വെട്ടിക്കൂടെ? കാരണം ഒന്നും കൂടെ വരും. ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 and 3 കറക്റ്റ്, അതും വെട്ടാം. കാരണം രണ്ടാമത്തത് കറക്റ്റ് ആണെന്ന് നമുക്കറിയാം. ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. അപ്പൊ നമുക്ക് ഈ 2 ഓപ്ഷനേ ഉള്ളൂ അല്ലെ? അതെങ്ങനെയാന്ന് നോക്കാം. മൂന്നാമത്തെ എന്താ? ഇൻഡിഫറൻസ് കർവ്സ് ഫോർ പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് ആർ എൽ ഷേപ്ഡ് ഓർ റൈറ്റ് ആംഗിൾ. അതായത് പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സിന്റെ ഇൻഡിഫറൻസ് കർവ് എൽ ഷേപ്ഡ് അല്ലെങ്കിൽ എന്തായിരിക്കും? റൈറ്റ് ആംഗിൾ ആയിരിക്കും. ശരിയാണോ? അല്ലേ? കാരണം നമ്മൾ PYQവിൽ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇതല്ലേ? ഇതിനെ വേറൊരു രീതിയിൽ അവർ ഡയറക്റ്റ് ചോദിച്ചിരുന്നു. നമുക്ക് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നു. എന്താണ്? പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് എൽ ഷേപ്ഡ് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആണ്. അതെന്താണ്? ശരിയാണ്. അപ്പൊ എന്താണ്? നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ വീണ്ടും കൺഫ്യൂഷൻ ആയല്ലേ? A ആണോ D ആണോ? അതിന് എന്ത് വേണം? നമ്മൾ 4ാമത്തെയും കൂടി അറിയണം. MRS ഈസ് കോൺസ്റ്റന്റ് ഫോർ ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അതെന്താണ്? തെറ്റാണ്. കാരണം എപ്പോഴാണ് MRS അഥവാ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റന്റ് ആവുന്നത്? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ ഒക്കെ കാര്യം വരുമ്പോഴാണ്. എന്തിന്റെ കാര്യത്തിലാണ്? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കാര്യം വരുമ്പോൾ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും, അതിൽ മാറ്റം വരില്ല MRSൽ എന്ന് പറഞ്ഞു. -1 ആണ് സ്ലോപ്പ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അത് തെറ്റാണ്. അപ്പോൾ നമുക്കുള്ള ആൻസർ എന്താണ്? ഓൾ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണോ? അല്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ A ആണ് എന്ത്? ആൻസർ. സ്റ്റേറ്റ്മെന്റ്സ് 1, 2 and 3 ആർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. ഒന്നുകൂടി നോക്കിക്കോളൂ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന്. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിക്രീസസ് ആസ് മോർ ഓഫ് ഓൺ ഗുഡ് ഈസ് കൺസ്യൂംഡ്. അതുപോലെ എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്? ഇൻഡിഫറൻസ് കർവ്സ് ഫോർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആർ സ്ട്രെയിറ്റ് ലൈൻ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻഡിഫറൻസ് കർവ് ഫോർ പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് ആർ എൽ ഷേപ്ഡ്. നാലാമത്തേത് എന്താണ്? MRS ഈസ് കോൺസ്റ്റന്റ് ഫോർ ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അത് തെറ്റാണ്. അതെപ്പോഴാണ് കോൺസ്റ്റന്റ് ആവുന്നത്? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കാര്യം വരുമ്പോഴാണ്. ക്ലിയർ? ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആർ
ഇൻകറക്റ്റ് എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ. നമ്മൾ ഇത്രയും സമയം രണ്ട് കറക്റ്റ് ആയിട്ടുള്ളതിനെയാണ് കണ്ടുപിടിച്ചതെങ്കിൽ ഇവിടെ ഇൻകറക്റ്റ് ആയതിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എന്താണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്? ഇൻഡിഫറൻസ് കർവ്സ് ആർ ഓൾവേസ് കോൺവെക്സ് ടു ദി ഒറിജിൻ. അടുത്തത്, ഇൻഡിഫറൻസ് കർവ്സ് ക്യാൻ ടച്ച് ഒൺ ഓഫ് ദ ആക്സസ് ഇഫ് ദ കൺസ്യൂമർ പ്രിഫേഴ്സ് ഓൺലി ഓൺ ഗുഡ്. 3, an indifference curve slopes downward to the right. 4, higher indifference curve indicate higher satisfaction levels. നമ്മുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? only 1 is incorrect, only 4 is incorrect, 2 is incorrect, all statements are incorrect. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി എന്തുണ്ട്, നമുക്ക് എന്താണ് ഈ പറയുന്ന ഓപ്ഷൻസ് വലിയ പ്രശ്നം ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് എന്ന് നോക്കാം. ഒന്നാമത്തേത്, ഇൻഡിഫറൻസ് കർവ്സ് ആർ ഓൾവേസ് കോൺവെക്സ് ടു ദ ഒറിജിൻ. നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ച കുറച്ച് കാര്യങ്ങളായിരുന്നു എന്ത്? ഇൻഡിഫറൻസ് കർവ്സ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ടു റൈറ്റ് അല്ലെ, ഡൗൺവേർഡ്സ് ടു ദ എന്താണ് റൈറ്റ് എന്ന് പറഞ്ഞു. അതുപോലെ എന്താണ് ഇൻഡിഫറൻസ് കർവ് ഈസ് ഓൾവേസ് കോൺവെക്സ് എന്ന് പറഞ്ഞു. ആ എക്സെപ്ഷനെ നമ്മൾ കണക്കാക്കേണ്ട കാര്യം ഇല്ല. അതുപോലെ ഇൻഡിഫറൻസ് കർവ് ഡസ് നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ എന്ന് പറഞ്ഞു. അതുപോലെ എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ത് ചെയ്യില്ല, ആക്സിസിനെ ടച്ച് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതനുസരിച്ച് എന്താണ്, ഇൻഡിഫറൻസ് കർവ്സ് ആർ ഓൾവേസ് കോൺവെക്സ് ടു ദി ഒറിജിൻ എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയാണ്. ശരിയാണ്. അപ്പൊ ഇതിൽ നിന്ന് എന്താണ്, നമുക്ക് ഈ ഒരു only 1 is incorrect എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനെ കട്ട് ചെയ്യാം. അതുപോലെ all statements are incorrect എന്ന് പറയുന്നതിനെയും കട്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻഡിഫറൻസ് കർവ്സ് ക്യാൻ ടച്ച് one of the axes if the consumer prefers only on good. അതായത് എന്ത് ചെയ്യും? ഇൻഡിഫറൻസ് കർവ്സ് ടച്ച് ചെയ്യും, can touch one of the axes if the consumer prefers only on good. കൺസ്യൂമർ എന്താണ്, ഒരേ ഒരു ഗുഡ് മാത്രമേ പ്രിഫർ ചെയ്യുന്നുള്ളെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 0 മാത്രം, അതായത് ഒരു ഗുഡിന്റെ 0 ക്വാണ്ടിറ്റി മതി എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഗുഡ് വേണ്ട, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. കൺസ്യൂമർ അങ്ങനെ 0 ക്വാണ്ടിറ്റി ആവശ്യപ്പെടുകയാണെങ്കിൽ ഇൻഡിഫറൻസ് കർവ് ആക്സിസിനെ ടച്ച് ചെയ്യും എന്ന് പറഞ്ഞു, ഏതെങ്കിലും ഒരു ആക്സിസിന്. അതെന്താണ്, ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, രണ്ട് ഗുഡ്സിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസിനെയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം 0 ആയാൽ ഇൻഡിഫറൻസ് കർവേ അവിടെ ഇല്ല. അപ്പം എന്താണ്, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെ. എന്ത് ചെയ്യില്ല, ഇൻഡിഫറൻസ് കർവ് ടച്ച് ചെയ്യില്ല എന്തിനെ, ഒരു ആക്സിസിനെ. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് അല്ലേ, നമുക്ക് എലിമിനേറ്റ് ചെയ്ത്. പക്ഷെ എന്നാലും നമുക്ക് ബാക്കി 2 സ്റ്റേറ്റ്മെന്റുകളും കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്, ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ആൻ ഇൻഡിഫറൻസ് കർവ്സ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ടു ദി റൈറ്റ് അല്ലേ. എന്താണ് ഇതാ വരച്ച് നോക്കിക്കേ, സ്ലോപ്സ് ഡൗൺവേർഡ്സ് ടു ദ റൈറ്റ് അല്ലേ. അപ്പം അതെന്താണ്, ശരിയാണ്. ഇനി ഹയർ ഇൻഡിഫറൻസ് കർവ്സ് ഇൻഡിക്കേറ്റ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലേ. IC1 ആണോ? ഇത് IC1 ആണ്, ഇത് IC2 ആണ്. ഏതാണ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്നത്? IC2 അല്ലേ. നമ്മൾ ഇങ്ങനെ ഇട്ട് എഴുതിയത് ഓർമ്മയില്ലേ? IC3യും കൂടെ വന്നാൽ IC3 ആണ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലേ. അപ്പോ ഈ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് എന്താണ്? ഓപ്ഷൻ സി ആണ്. അതായത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തതും അത് വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആയതുകൊണ്ട്. ഇനി കറക്റ്റ് ആണ് ചോദിച്ചിരുന്നതെങ്കിൽ എന്ത് വരുന്നേനെ? ഈ ബാക്കിയുള്ളതായേനെ അല്ലെ. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണെന്ന്. അടുത്ത് വീണ്ടും ചോദിച്ചിരിക്കുന്നത് എന്താണ്? വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നുള്ളതാണ്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ദാ നോക്കി, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? MRS represents the consumer's willingness to exchange one good for another. MRS എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? കൺസ്യൂമറിന്റെ വില്ലിംഗ്നെസ് ടു എക്സ്ചേഞ്ച് ഓൺ ഗുഡ് ഫോർ അനദർ. ഒരു ഗുഡിന് പകരം മറ്റൊരു ഗുഡ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള കൺസ്യൂമറിന്റെ വില്ലിംഗ്നെസ്സിനെയാണ് എന്ത് ചെയ്യുന്നത്? MRS റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താണ്?
എന്താണ് MRS ഇൻക്രീസസ് ആസ് മോർ യൂണിറ്റ്സ് ഓഫ് ഓൺ ഗുഡ് ആർ കൺസ്യൂമഡ്. MRS ഇൻക്രീസ് ചെയ്യും ഒരു യൂണിറ്റ് ഗുഡ് കൂടി എന്ത് ചെയ്താൽ കൺസ്യൂം ചെയ്താൽ. അടുത്തത് ഇൻഡിഫറൻസ് കർവ്സ് ഫോർ ഗുഡ്സ് വിത്ത് സീറോ യൂട്ടിലിറ്റി ആർ വെർട്ടിക്കൽ. 4 പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് ഹാവ് ആൻ MRS ഓഫ് 0. അപ്പോൾ 4 സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ഇതില് ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ് MRS റെപ്രസെന്റ് ദ കൺസ്യൂമേഴ്സ് വില്ലിംഗ്നെസ് ടു എക്സ്ചേഞ്ച് ഓൺ ഗുഡ് ഫോർ അനദർ അല്ലെ. ഒരു ഗുഡിന് പകരം മറ്റൊരു ഗുഡ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു വില്ലിംഗ്നെസ്സിനെ അല്ലേ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അത് ശരിയാണ്. ഇനി MRS ഇൻക്രീസസ് ആസ് മോർ യൂണിറ്റ്സ് ഓഫ് ഓൺ ഗുഡ് ആർ കൺസ്യൂമഡ്. MRS മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻക്രീസ് ചെയ്യോ? ഒരു യൂണിറ്റ് ഓഫ് ഗുഡും കൂടി ഞാൻ അഡീഷണൽ ആയിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ ഇല്ല, MRS ഡിമിനിഷ് ചെയ്യും എന്നാ പറഞ്ഞത് അല്ലെ. ഡിമിനിഷിങ് റേറ്റ് ഓഫ് മാർജിനൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്വസ്റ്റ്യനിലും നമ്മൾ പറഞ്ഞു. അപ്പൊ അതെന്താണ്? തെറ്റാണ് അല്ലെ. അവിടെ MRS ഡിക്രീസ് ചെയ്യുന്നത്, അത് തെറ്റാ. ഇനി ഇൻഡിഫറൻസ് കർവ്സ് ഫോർ ഗുഡ്സ് വിത്ത് സീറോ യൂട്ടിലിറ്റി ആർ വെർട്ടിക്കൽ. ആ സ്റ്റേറ്റ്മെന്റും എന്താണ്? തെറ്റാണ്. അതായത് എന്താണ്? വെർട്ടിക്കൽ അല്ല. സീറോ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു ആവശ്യവും ഇല്ലാത്ത ഗുഡ്സ് അല്ലെ, അതിൻ്റെത് എന്തല്ല? വെർട്ടിക്കൽ അല്ല. ആ ഒരു യൂട്ടിലിറ്റി ഇല്ലാത്ത സാധനങ്ങൾ എന്താണ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. നമുക്ക് എന്താണ്, എനിക്ക് ഒരു ആവശ്യമില്ലാത്ത സാധനം ഞാൻ കുറച്ച് കൊടുത്ത് മേടിക്കാം എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യോ? ഇല്ല. അങ്ങനെയുള്ള സീറോ യൂട്ടിലിറ്റി ഉള്ള ഗുഡ്സിന്റെ ഇൻഡിഫറൻസ് കർവ്സ് എന്തല്ല? വെർട്ടിക്കൽ അല്ല. അപ്പൊ അതും തെറ്റാണ്. ഇനി പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സിന് എന്താണ്? MRS 0 ആണ് എന്ന് പറഞ്ഞു അല്ലെ. MRS 0 ആണ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റും എന്താണ്? തെറ്റാണ്. അപ്പോ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് മാത്രമേ ഉള്ളൂ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻഡിഫറൻസ് കർവ്സ് റിഫ്ലക്ട് കൺസ്യൂമർ പ്രിഫറൻസസ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ് എലോങ് ആൻ ഇൻഡിഫറൻസ് കർവ്. 3 ഇൻഡിഫറൻസ് മാപ്സ് ഷോ മൾട്ടിപ്പിൾ ഇൻഡിഫറൻസ് കർവ്സ് റെപ്രസെന്റിംഗ് ഡിഫറെന്റ് സാറ്റിസ്ഫാക്ഷൻ ലെവൽസ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻഡിഫറൻസ് കർവ് മസ്റ്റ് ഓൾവേസ് ബി പാരലൽ ടു ഈച്ച് അതർ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സ്റ്റേറ്റ്മെന്റുകൾ എഴുതുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റുകൾ ആദ്യം കാണുമ്പോൾ നമുക്ക് ശരിയാണെന്ന് തോന്നുമെങ്കിലും അതിനുള്ളിലാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ കുരുക്കിരിക്കുന്നത്. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻഡിഫറൻസ് കർവ്സ് റിഫ്ലക്ട് കൺസ്യൂമർ പ്രിഫറൻസസ്. അത് ശരിയാണ് അല്ലെ. നമ്മുടെ പ്രിഫറൻസിനെയാണ് അത് കാണിക്കുന്നത്. ആണോ? ആണ്. അതുകൊണ്ട് നമ്മൾ എന്താണ്? സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. ഓക്കെ. ഇനി കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻസ് റിമെയിൻ കോൺസ്റ്റന്റ് എലോങ് ആൻ ഇൻഡിഫറൻസ് കർവ്. ശരിയല്ലേ? അതായത് ഇങ്ങനെ ഒരു IC ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഇവിടെയും ഒക്കെ എന്റെ സാറ്റിസ്ഫാക്ഷൻ ലെവല് സെയിം ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവിനെ ഐസോ യൂട്ടിലിറ്റി കർവ് എന്ന് വിളിച്ചത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഇൻഡിഫറൻസ് മാപ്പ് ഷോസ് മൾട്ടിപ്പിൾ ഇൻഡിഫറൻസ് കർവ്സ്. അത്രയും ശരിയാണ്. റെപ്രസെന്റിങ് ഡിഫറെന്റ് സാറ്റിസ്ഫാക്ഷൻ ലെവൽസ്. എന്താണ്? ഡിഫറെന്റ് സാറ്റിസ്ഫാക്ഷൻ ലെവൽസിനെ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഇതിനെ 2 പാർട്ടാക്കിയിട്ട് വേണം നമ്മൾ പ്രോസസ് ചെയ്യാൻ, ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോകും. ഇൻഡിഫറൻസ് കർവുകളുടെ ഒരു കൂട്ടമാണ്, അതായത് മൾട്ടിപ്പിൾ ഇൻഡിഫറൻസ് കർവ്സ് ചേർന്നതാണ് എന്ത്? ഇൻഡിഫറൻസ് മാപ്പ്. അത് ശരിയാണ്. അതുപോലെ ഇത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഡിഫറെന്റ് സാറ്റിസ്ഫാക്ഷൻ ലെവൽസ്. ശരിയല്ലേ? അതായത് ഇങ്ങനൊരു ഇൻഡിഫറൻസ് മാപ്പ് എടുത്താൽ IC1, IC2, IC3 ഇത് 3ഉം കാണിക്കുന്നത് എന്താണ്? 3 ലെവലാണ് അല്ലെ. 3 ICയിലും നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവല് ഡിഫറെന്റ് ആണ്. അപ്പൊ എന്താണ്? അതും ശരിയാണ്. ഇനി 4 ഇൻഡിഫറൻസ് കർവ് മസ്റ്റ് ഓൾവേസ് ബി പാരലൽ ടു ഈച്ച് അതർ. എപ്പോഴും അത് പാരലൽ ആയിരിക്കോ? അല്ല. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ഇതിൽ നോക്കിയേ ഏതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ A ആണ്. ബാക്കിയെല്ലാം തെറ്റാണ് അല്ലെ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? സ്റ്റേറ്റ്മെന്റ്സ് 1, 2 and 3 ആർ കറക്റ്റ്. ഇനി ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡസ് ആൻ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ്? ഒരു ഇൻഡിഫറൻസ് കർവ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഓൾ കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സ് ദാറ്റ് മാക്സിമൈസ് പ്രോഫിറ്റ്. എന്താണ്? കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആണ്. അത് കറക്റ്റ് അല്ലെ. പക്ഷേ മാക്സിമൈസ് ചെയ്യാണോ? പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യാണോ? അല്ല. അപ്പൊ അതല്ല.
ഇനി ഓൾ കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സ് ദാറ്റ് ഗിവ് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ. ഇതാണ് നമ്മൾ ഡെഫിനിഷനിൽ ആദ്യം തൊട്ട് പഠിക്കുന്നത്. ഓൾ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ദാറ്റ് ഗിവ് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ. ഓൾ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് വിത്ത് സീറോ കോസ്റ്റ് ആണോ? അല്ല. ഓൾ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ദാറ്റ് മിനിമൈസ് യൂട്ടിലിറ്റി ആണോ? അല്ല, അത് മിനിമൈസ് ചെയ്യുന്നില്ല, സെയിം യൂട്ടിലിറ്റി ആണ്. ഇനി ഇവിടെ മിനിമൈസിന് പകരം സെയിം യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാലും ഇതെന്തായേനെ ശരിയായി വന്നേനെ. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ഓൾ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ദാറ്റ് ഗിവ് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ. വൈ ഈസ് ആൻ ഇൻഡിഫറൻസ് കർവ് ഡൗൺലോഡ് സ്ലോപ്പിംഗ്? അല്ലെ, ഞാൻ ആ പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ പറഞ്ഞു പ്രോപ്പർട്ടീസ് മാത്രം അറിഞ്ഞാൽ പോരാ, അതിന്റെ കാരണം അറിയണം. എന്തുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവുന്നത്? നോക്കാം. ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഓൺ ഗുഡ് മസ്റ്റ് ഡിക്രീസസ് ആസ് ദ അതർ ഇൻക്രീസസ്. അതായത് ഒരു ഗുഡിന്റെ അളവ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റത് കുറയുന്നു, അല്ലെങ്കിൽ എന്താണ്, ഒരു ഗുഡിന്റെ കൺസംഷൻ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഗുഡിന്റെ ഇത് ഡിക്രീസ് ചെയ്യിക്കുന്നു. അതാണോ കാരണം? നോക്കാം, അടുത്തതും കൂടെ നോക്കാം. ടു മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ ഇൻഡിഫറൻസ് കർവിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒന്നും വരുന്നതേ ഇല്ല. ടു മാക്സിമൈസ് യൂട്ടിലിറ്റി, അതൊരു യൂട്ടിലിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പക്ഷേ ഡൗൺലോഡ് സ്ലോപ്പിങ്ങിന്റെ കാരണം അതല്ല. അടുത്തത് ടു ഷോ എ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗുഡ്സ് ആണോ? അല്ല. ഇവിടെ എന്താണ്? ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഓൺ ഗുഡ് മസ്റ്റ് ഡിക്രീസസ് ഫോർ എന്താണ്? ആസ് അതർ ഇൻക്രീസസ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരുന്നത് എന്ന് പഠിച്ചു. അടുത്ത ചോദ്യം നോക്കാം. ആൻ ഇൻഡിഫറൻസ് കർവ് ഈസ് ഓൾവേസ് കോൺവെക്സ് ടു ദി ഒറിജിൻ ഡ്യൂ ടു എന്താണ്? ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഇൻക്രീസിംഗ് റിട്ടേൺസ്, ലോ ഓഫ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇവിടെ വരുന്നതേ ഇല്ല, നമ്മളൊന്നും പഠിച്ചില്ല. ലോ ഓഫ് ഇൻക്രീസിംഗ് റിട്ടേൺസും വരുന്നില്ല. പിന്നെ എന്താണ്? the law of diminishing marginal utility ആണോ? the law of the marginal rate of substitution ആണോ? ഏതാണ് നമ്മൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ഇൻഡിഫറൻസ് കർവ് എല്ലായ്പ്പോഴും ഒറിജിനോട് കോൺവെക്സ് ആയിരിക്കുന്നതിന്റെ കാരണം മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ? എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അഥവാ MRS? അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ദ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് വെൻ ആഡിങ് മോർ ലേബർ. നമ്മളിവിടെ പ്രൊഡക്ഷന്റെ കാര്യമേ മിണ്ടുന്നില്ല, അപ്പൊ അതല്ല, തെറ്റാണ്. ദ റേറ്റ് അറ്റ് വിച്ച് വൺ ഗുഡ് ഈസ് എക്സ്ചേഞ്ച്ഡ് ഫോർ അനദർ വൈൽ മെയിൻറ്റെയിനിങ് സാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫാക്ഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് അറിയാം അല്ലെ, ഇൻഡിഫറൻസ് കർവിലോട്ട് വരുവാന്ന്. അപ്പോൾ അതാണ് ശരി. അടുത്തത് നോക്കാം. പ്രോഫിറ്റ് മാക്സിമൈസിങ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ? അല്ല. യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് എ ഗുഡ്, അത് ഇതല്ല അല്ലെ, മാർജിനൽ യൂട്ടിലിറ്റി ആണ് അങ്ങനെ പറയുന്നത്, അപ്പൊ അതും ഇല്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? the rate at which one good is exchanged for എന്താണ്? another while maintaining satisfaction. Next question, what happens to the MRS as more of one good is consumed? കൂടുതലായിട്ട് ഒരു ഗുഡ് കൺസ്യൂം ചെയ്യുമ്പോൾ MRS എന്ത് ചെയ്യും? നമ്മൾ കുറെ പ്രാവശ്യം പറഞ്ഞതാണ്. ഇൻക്രീസ് ചെയ്യോ? ഇല്ല. കോൺസ്റ്റന്റ് ആയിരിക്കോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യും? സീറോ ആവോ? ഇല്ല. ഡിക്രീസ് ചെയ്യും. അപ്പൊ ആൻസർ എന്താണ്? ഇറ്റ് ഡിക്രീസസ്. ഇനി what does a higher indifference curve represent? ഹയർ ഇൻഡിഫറൻസ് കർവ് എന്തിനെയാ റെപ്രസെന്റ് ചെയ്യുന്ന? ഹയർ കോസ്റ്റ് ആണോ? അല്ല. ഹയർ ഇൻഎഫിഷ്യൻസി ആണോ? അല്ല. ഹയർ ഇക്വിലിബ്രിയ. സാറ്റിസ്ഫാക്ഷൻ കണ്ടാൽ പിന്നെ നമ്മൾ ഒന്നും നോക്കില്ല. ആൻസർ എന്താണ്? ഹയർ സാറ്റിസ്ഫാക്ഷൻ. ഹയർ IC ഷോസ് ഹയർ സാറ്റിസ്ഫാക്ഷൻ. ഇനി ഇൻഡിഫറൻസ് കർവ് നെവർ ഇന്റർസെക്ട് ബിക്കോസ് എന്തുകൊണ്ടാണ് ഇന്റർസെക്ട് ചെയ്യാത്തത് ഇൻഡിഫറൻസ് കർവ്? they represent different levels of satisfaction ആണോ? അല്ല. ഇൻഡിഫറൻസ് ആണോ? ഇൻഡിഫറൻസ് കർവ് ഡിഫറെന്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനെ കാണിക്കുന്നു. it represents the same level of satisfaction convex to the origin, they are parallel. ഇത് രണ്ടും അല്ല എന്നറിയാം. പിന്നെ ഇതാണ് നമുക്കൊരു ഡൗട്ട് വരുന്നത് അല്ലെ, കാരണം ഇന്റർസെക്ട് ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു. IC ഇതും ഡിഫറെന്റ് ആണ് അല്ലെ, ഡിഫറെന്റ് ലെവലിനെയാണ് ഷോ ചെയ്യുന്നത് അല്ലെ, അതുകൊണ്ടാണ്. അപ്പൊ ആൻസർ എന്താണ്? they represent different levels of satisfaction. an indifference curve for perfect substitute is എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ അല്ലെ. എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇൻഡിഫറൻസ് കർവ് എന്തിനെയാണ് കാണിക്കുന്നത്? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ ആണെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. കോൺവെക്സ് എപ്പോഴും ആണ്. എൽ ഷേപ്ഡ് എന്തിന്റെയാണ്? കോംപ്ലിമെന്റ്സിന്റെ ആണ്. ഹൊറിസോണ്ടൽ എന്താണ്? സീറോ യൂട്ടിലിറ്റി പ്രൊഡക്റ്റിന്റെ ആണ്. ആൻഡ് IC ഫോർ പെർഫെക്റ്റ് കോംപ്ലിമെന്റ് ഈസ് കോൺവെക്സ് ടു ദ ഒറിജിൻ അല്ല. സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഹൊറിസോണ്ടൽ അല്ല. എൽ ഷേപ്ഡ് ആണ്. നമ്മൾ PYQ പറഞ്ഞത് തന്നെയാണ്. അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ.
വാട്ട് ഡസ് ഇറ്റ് മീൻ ഇഫ് ആൻ ഇൻഡിഫറൻസ് കർവ് ടച്ച് ആൻ ആക്സിസ്? ഒരു ഇൻഡിഫറൻസ് കർവ് ആക്സിസിനെ ടച്ച് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അങ്ങനെ ടച്ച് ചെയ്യില്ല എങ്കിൽ പോലും കൺസ്യൂമർ വാല്യൂസ് ഓൺലി ഓൺ ഗുഡ്, കൺസ്യൂമർ ഈസ് ഇൻഡിഫറൻറ്റ് ബിറ്റ്വീൻ ഗുഡ്സ്, അതാണല്ലോ ഇൻഡിഫറൻസ് കർവ്. അപ്പൊ അത് തെറ്റാ. കൺസ്യൂമർ ഹാസ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അതും തെറ്റാണ്. കൺസ്യൂമർ മാക്സിമൈസ് സാറ്റിസ്ഫാക്ഷൻ, അതും തെറ്റാ. പിന്നെ എന്താ? കൺസ്യൂമർ ഒരു ഗുഡിനെ വാല്യൂ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കൺസ്യൂമർ വാല്യൂസ് ഓൺലി ഓൺ ഗുഡ്. വാട്ട് ഈസ് ദ സ്ലോപ്പ് ആൻഡ് ഓഫ് ഇൻഡിഫറൻസ് കർവ് കാൾഡ്? എന്താണ്? മാർജിനൽ കോസ്റ്റ് ആണോ? അല്ല. ഒരുപാട് വട്ടം പറഞ്ഞതാ. മാർജിനൽ റവന്യൂ അല്ല, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഈസ് കാൾഡ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇൻഡിഫറൻസ് കർവ് ഫോർ ഗുഡ്സ് വിത്ത് സീറോ യൂട്ടിലിറ്റി ആർ വെർട്ടിക്കൽ ആണോ? അല്ല. കോൺവെക്സ് ആണോ? അല്ല. എൽ ഷേപ്ഡ് ആണോ? അല്ല. ഹൊറിസോണ്ടൽ ആണ്. ഓക്കെ. ആൻഡ് ഇൻഡിഫറൻസ് മാപ്പ് ഷോപ്സ് എന്താണ്? ഇൻഡിഫറൻസ് മാപ്പ് എന്തിനെ കാണിക്കുന്നു? ഓൺലി ഓൺ ഇൻഡിഫറൻസ് കർവ് ആണോ? അല്ല. അല്ലെ, ഒരു ഇൻഡിഫറൻസ് കർവ് മാത്രമാണെങ്കിൽ അതിനെ എന്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല? മാപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഓൾ കോമ്പിനേഷൻ ഓഫ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ലെവൽസ് അല്ല. പിന്നെന്താ? ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് അറ്റ് ഇക്വിലിബ്രിയം ആണോ? അല്ല. ദ സപ്ലൈ കർവ് ഓഫ് ഗുഡ്സ് ആണോ? അല്ല. സോറി, ഓൾ കോമ്പിനേഷൻസ് ഓഫ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ലെവൽ. അതെ, അതാണ് ശരി അല്ലെ. ഓൾ കോമ്പിനേഷൻസ് ഓഫ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പല ഐസികളാണ്. അപ്പോൾ എന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. കാരണം ഈ ഒരു സാധനം നമ്മൾ പെട്ടെന്ന് എന്താണ് കുറെ ഐസികൾ ചേരുന്നതാണ് എന്താണ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ എന്താണ് തിരിച്ചു ചോദിച്ചേക്കാണ്. ഓൾ കോമ്പിനേഷൻസ് ഓഫ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ലെവൽസ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഐസീസ് ആണ്. അതിന്റെ കൂട്ടാണ് എന്ത്? മാപ്പ് അല്ലെ. ഓക്കെ. എ സ്റ്റീപ്പർ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്താണ് ഇൻഡിക്കേറ്റ്സ്? അതായത് ഇത് ഇങ്ങനെ ഒരു ഇൻഡിഫറൻസ് കർവ് അത് കുറച്ചുകൂടി എന്താണ് സ്റ്റീപ്പർ ആണ്. എന്നാൽ അത് എന്തിനെ കാണിക്കുന്നു? ലോവർ MRS ആണോ? പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ്, സീറോ യൂട്ടിലിറ്റി, ഹയർ MRS എന്നാണ്. MRS കൂടുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് സ്റ്റീപ്പർ ആവുന്നത്. സ്റ്റീപ്പർ സ്ലോപ്പ് ഷോസ് ഹയർ MRS അഥവാ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി വൈ ഡസ് MRS ഡിമിനിഷസ് ആസ് മോർ ഓഫ് ഓൺ ഗുഡ് ഈസ് കൺസ്യൂംഡ്? കൂടുതൽ എന്താണ് MRS അല്ലെ വരുന്നത്? സോറി, എന്തുകൊണ്ടാണ് MRS അഥവാ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിമിനിഷ് ചെയ്യുന്നത്? കൂടുതൽ യൂണിറ്റ് ഓഫ് ഗുഡ് കൺസ്യൂം ചെയ്യുമ്പോൾ. എന്തുകൊണ്ടാണ്? ഗുഡ്സ് ആർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഗുഡ്സ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആവുന്നതുകൊണ്ടാണോ? അതോ ഇന്റൻസിറ്റി ഓഫ് ഡിസയർ ഡിക്രീസ് ആവുന്നതാണോ? കോസ്റ്റ് ഓഫ് ഗുഡ് ഇൻക്രീസ് ആവുന്നതാണോ? ഗുഡ്സ് പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് ആവുന്നതാണോ? നമുക്ക് ഈ കോസ്റ്റിന്റെ കാര്യം വിടാം. പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് ആവുന്നത് കൊണ്ടല്ല, അതും അറിയാം. ഞാൻ നേരത്തെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു എന്താണ്, നമുക്ക് ഒരു ബിരിയാണി കഴിച്ചാൽ രണ്ടാമത്തെ ബിരിയാണി കുഴപ്പമില്ല, മൂന്നാമത്തെ ആകുമ്പോൾ നമ്മുടെ ആ ഒരു ഡിസയർ ഇന്റൻസിറ്റി കുറയും അല്ലെ. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? MRS ഡിമിനിഷ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ദ ഇന്റൻസിറ്റി ഓഫ് ഡിസയർ ഡിക്രീസസ്. നമുക്ക് ഒരു ഗുഡ് അധികമായിട്ട് കൺസ്യൂം ചെയ്യാനുള്ള ഇന്റൻസിറ്റി അല്ലെ, ആ ഒരു ഡിസയറിന്റെ ഇന്റൻസിറ്റി കുറയുമ്പോഴാണ് എന്താവുന്നത്? MRS ഡിമിനിഷ് ചെയ്യുന്നത്. വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ്? ഇൻഡിഫറൻസ് കർവ്സ് നെവർ ഇന്റർസെക്ട് ബിക്കോസ് ദിസ് വുഡ് ഇംപ്ലൈ ഇൻകൺസിസ്റ്റന്റ് പ്രിഫറൻസസ്. ഇനി ആൻ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ്സ് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ദാറ്റ് മാക്സിമൈസ് യൂട്ടിലിറ്റി. The diminishing marginal rate of substitution gives the convex shape to indifference curve. Indifference curves can represent complementary and substitute goods. ഇനി ഇതിൽ ഏതാണ് ഇൻകറക്റ്റ്? ഇൻഡിഫറൻസ് കർവ് ഇന്റർസെക്ട് ചെയ്യില്ല എന്നുള്ളത് എന്താണ്? ശരിയായിട്ടുള്ള കാര്യമല്ലേ. അപ്പൊ അതെന്താണ്? ശരിയാണ്. ഒരേ പ്രിഫറൻസിനെ കാണിക്കുന്നു എന്നുള്ളതും അതിന്റെ കാരണമാണ്. ഇനി ഇൻഡിഫറൻസ് കർവ് represent combinations of goods that maximize utility അല്ല, സെയിം ലെവൽ ഓഫ് യൂട്ടിലിറ്റി ആണ്. അപ്പൊ രണ്ടാമത്തേതാണ് ഇൻകറക്റ്റ്. അപ്പൊ രണ്ടാമത്തെ ഇൻകറക്റ്റ് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിലുള്ളൂ അല്ലെ, ഒരു ഓപ്ഷനേ ഉള്ളൂ ബി. എന്നാലും നമുക്ക് മറ്റത് കൂടി നോക്കാം. The diminishing marginal rate of substitution gives the convex shape to indifference curve. എന്താണ്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കാരണമാണ് ഇൻഡിഫറൻസ് കർവിന് എന്ത് വരുന്നത്? ഈ പറയുന്ന കോൺവെക്സ് ഷേപ്പ് വരുന്നത്. അപ്പൊ അത് ശരിയാ. അതുപോലെ IC can represent complementary and substitute goods. അതും ശരിയാ അല്ലേ. നമുക്ക് കോംപ്ലിമെന്ററി ഗുഡ്സിനെയും സബ്സ്റ്റിറ്റ്യൂട്ട്സിനെയും ഒക്കെ കാണിച്ചുകൂടെ? കാണിക്കാം. അപ്പൊ ആൻസർ എന്താണ്? only 2 is correct അല്ലെ. അതായത് ഇൻകറക്റ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഇഫ് ടു ഗുഡ്സ് ആർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ദെയർ ഇൻഡിഫറൻസ് കർവ് വിൽ ബി സ്ട്രെയിറ്റ് ലൈൻസ്. രണ്ട് ഗുഡ്സ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിൽ അതിന്റെ ഇൻഡിഫറൻസ് കർവ്സ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. അത് ശരിയല്ലേ. അതുപോലെ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഹാവ് എ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ?
അല്ല അല്ലെ. അതുപോലെ ഇൻഡിഫറൻസ് കർവ് ഫോർ പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് ഫോം എ റൈറ്റ് ആംഗിൾ, അത് ശരിയാ, ഇത് തെറ്റാ. ഹയർ സാറ്റിസ്ഫാക്ഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ഹയർ ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ 1, 3, 4 ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. അപ്പൊ നമ്മൾ ആൻസർ എന്താണ്? സ്റ്റേറ്റ്മെന്റ്സ് 1, 3 and 4 ആർ കറക്റ്റ് അല്ലെ. വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? ഇൻഡിഫറൻസ് കർവ് ഫോർ ഗുഡ്സ് വിത്ത് സീറോ യൂട്ടിലിറ്റി ആർ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻസ്, അത് ശരിയാണ്. സീറോ യൂട്ടിലിറ്റിയുടെ ഇൻഡിഫറൻസ് കർവ് എന്താണ്? ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആൻഡ് ഐ സി കനോട്ട് ടച്ച് എയ്തർ ആക്സിസ്, അതും ശരിയാണ്. എ സീറോ യൂട്ടിലിറ്റി പ്രൊഡക്റ്റ് വിൽ സ്റ്റിൽ ഹാവ് എ കോൺവെക്സ് ഇൻഡിഫറൻസ് കർവ്, അത് തെറ്റാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു അല്ലെ, അതിന് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ. ആൻഡ് ഇൻഡിഫറൻസ് മാപ്പ് ഷോസ് ദ കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ്, അതും തെറ്റാണ്. അപ്പൊ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1 ഉം 2 ഉം. അപ്പൊ എന്താണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? ഏതൊക്കെയാണ്? 3 ഉം 4 ഉം. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ദ സ്ലോപ്പ് ഓഫ് ദ ഐ സി റിഫ്ലെക്ട്സ് ദ MRS. അതുപോലെ എ കൺസ്യൂമർ ഈസ് ഇൻഡിഫറൻറ്റ് എമംഗ് കോമ്പിനേഷൻസ് ലൈയിങ് ഓൺ ദ സെയിം ഐ സി. അതുപോലെ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ്സ് ലെവൽ ഓഫ് കൺസ്യൂമർ ഇൻകം. കൺസ്യൂമർ പ്രിഫേഴ്സ് മേ ചേഞ്ച് ഓവർ ടൈം ഇമ്പാക്ടിങ് ദ റെലവൻസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്സ്. എന്തൊക്കെയാണ്? സ്ലോപ്പ് ഓഫ് ദ ഐ സി നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞതാണ്. എന്താണ്? MRS ആണ്. കൺസ്യൂമർ ഈസ് ഇൻഡിഫറൻറ്റ് എമംഗ് കോമ്പിനേഷൻസ് ലൈയിങ് ഓൺ ദ സെയിം ഇൻഡിഫറൻസ് കർവ്. ഒരേ ഇൻഡിഫറൻസ് കർവിൽ എന്തായിരിക്കും? കൺസ്യൂമർ എല്ലാ കോമ്പിനേഷനിലും ഇൻഡിഫറൻറ്റ് ആണ്. അപ്പൊ അത് ശരിയാ. ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ്സ് ലെവൽ ഓഫ് കൺസ്യൂമർ ഇൻകം. കൺസ്യൂമറിന്റെ ഇൻകം ഇവിടെ കാര്യമേ ഇല്ല, യൂട്ടിലിറ്റിയും സാറ്റിസ്ഫാക്ഷനും മാത്രമേ വരുന്നുള്ളൂ അല്ലെ. ഇനി 4ാമത്തെ എന്താണ്? കൺസ്യൂമർ പ്രിഫറൻസ് മേ ചേഞ്ച് ഓവർ ടൈം ഇമ്പാക്ടിങ് ദ റെലവൻസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്, അത് ശരിയാണ്. അതായത് നമ്മൾ എന്താണ്? കാലഘട്ടം മാറുമ്പോൾ, സമയം മാറുമ്പോൾ, സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മുടെ പ്രിഫറൻസസ് മാറും. എനിക്ക് മഴക്കാലത്ത് എന്താണ് ചായ കുടിക്കാൻ തോന്നുകയാണെങ്കിൽ അത് വേനൽക്കാലത്ത് എന്താവും? നാരങ്ങ ആവും അല്ലെ. അത് ഞാനൊരു കുഞ്ഞ് ഇതിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. അതുപോലെ നമ്മുടെ എന്താണ് ചോയ്സസ് മാറും. അത് എന്തിനെ ഇമ്പാക്ട് ചെയ്യും? ഇൻഡിഫറൻസ് കർവിനെ. അപ്പോൾ ഓപ്ഷൻസ് 1, 2, 4 ആർ കറക്റ്റ് ആണ്. അങ്ങനെയുള്ള ഏതാണ്? നമ്മുടെ 1ാമത്തെ ഓപ്ഷനെ. വിച്ച് അസംഷൻ ഈസ് നോട്ട് ട്രൂ ഫോർ ഐ സി? ഇൻഡിഫറൻസ് കർവ്സ് ഇന്റർസെക്ട്, അതെന്താണ്? തെറ്റാണ്. ഐ സി കർവ്സ് ആർ കോൺവെക്സ്, അത് ശരിയാ. ഹയർ കർവ്സ് റെപ്രസെന്റ്സ് ഹയർ സാറ്റിസ്ഫാക്ഷൻ അല്ലെ. അപ്പോ അത് ശരിയാണ്. ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്, അത് ശരി. അപ്പൊ നമ്മുടെ തെറ്റായിട്ടുള്ള സാധനം എന്താണ്? ഇൻഡിഫറൻസ് കർവ്സ് ഇന്റർസെക്ട്, അത് എന്ത് ചെയ്യില്ല? ഇന്റർസെക്ട് ചെയ്യില്ല. അപ്പൊ അത് ട്രൂ അല്ല. വാട്ട് ഹാപ്പൻസ് വെൻ 2 ഗുഡ്സ് ആർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്? എന്ത് പറ്റും? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കർവ് എങ്ങനെ ആയിരിക്കും? കോൺവെക്സ് ആണോ? അല്ല. എൽ ഷേപ്ഡ് ആണോ? അല്ല. സ്ട്രെയിറ്റ് ലൈൻ ആണോ? ആണ്. ഹൊറിസോണ്ടൽ അല്ല. എൽ ഷേപ്പ് വരുന്നത് ഏതിനാണ്? കോംപ്ലിമെന്ററി ഗുഡ്സിന്. അതുപോലെ ഹൊറിസോണ്ടൽ വരുന്നത് ഏതിനാണ്? സീറോ യൂട്ടിലിറ്റിക്ക്. അപ്പൊ ആൻസർ എന്താണ്? Indifference curves are straight lines. Which of the following is true for indifference curve? They show demand elasticity, they reflect consumer preference, they analyze producer surplus, they demonstrate equilibrium price. Consumer preference എന്ന് കണ്ടാൽ ഒന്നും നോക്കണ്ട. ശരി എന്താണ്? കൺസ്യൂമർ പ്രിഫറൻസിനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. What does the convexity of an indifference curve represents? Convexity എന്തിനാണ്? ഡിമിനിഷിങ് MRS ആണ്. നമ്മൾ കുറെ പ്രാവശ്യം പറഞ്ഞതാണ് MRS ഡിമിനിഷ് ചെയ്യുന്നതാണ് കോൺവെക്സിറ്റിയുടെ കാരണം. ആൻഡ് ഇൻഡിഫറൻസ് കർവ് റിഫ്ലെക്ട്സ് എന്താണ്? കൺസ്യൂമേഴ്സ് പ്രിഫറൻസ് ആണോ? ബഡ്ജറ്റ് ആണോ? പ്രൊഡക്ഷൻ ആണോ? മാർക്കറ്റ് ഇക്വിലിബ്രിയം ആണോ? ഒരു സംശയവും ഇല്ല, കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ് ആണ്. What causes an indifference curve to shift? അതായത് ഇങ്ങനെ ഒരു ഇൻഡിഫറൻസ് കർവ് ഉണ്ട്, IC1 ആന്നിരിക്കട്ടെ. ഇത് IC2 മാറുന്നത് എപ്പോഴാണ്? ഇൻകം ചേഞ്ച് ആവുമ്പോഴാണോ? പ്രൈസ് മാറുമ്പോഴാണോ? ചേഞ്ച് ഇൻ കൺസ്യൂമർ പ്രിഫറൻസ് ആണോ? ഇതെല്ലാമാണ് അല്ലെ. കാരണം എൻ്റെ പ്രിഫറൻസ് മാറി ഇങ്ങോട്ട് വരണമെങ്കിൽ, ഷിഫ്റ്റ് ആവണമെങ്കിൽ എൻ്റെ ഇൻകത്തിൽ വ്യത്യാസം വന്നാലോ അല്ലെങ്കിൽ എൻ്റെ പ്രിഫറൻസ് മാറിയാലോ പ്രൈസ് ഓഫ് ഗുഡ്സ് മാറിയാലോ ആവും. അപ്പോൾ ഓൾ ഓഫ് ദ എബവ് ആണ്. Perfect complements have MRS equal to 1 ആണോ? അല്ല. 0 ആണോ? കോൺസ്റ്റന്റ് ആണോ? അല്ല. അത് അൺഡിഫൈൻഡ് ആണ് കേട്ടോ. അതായത് കോംപ്ലിമെന്റ്സിന്റെ പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സിന്റെ MRS അൺഡിഫൈൻഡ് ആണ്. നോർമൽ ഗുഡ്സിന്റെ ഇൻഡിഫറൻസ് കർവ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിന്റെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? കോൺവെക്സ് ആണ് എന്ന് പറഞ്ഞത്. അല്ലാത്തതിന്റെ എല്ലാ സ്ട്രെയിറ്റും എന്താണ് വെർട്ടിക്കലും എന്താണ് ഹൊറിസോണ്ടലും ഒക്കെ പറഞ്ഞു. സാധാരണ ഗുഡ്സിന്റെ എപ്പോഴും എന്താണ്? കോൺവെക്സ്. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യത്തിൽ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ്. ഇൻക്രീസ് ചെയ്യോ?
ഇൻക്രീസ് ചെയ്യോ? ഇല്ല. ഡിക്രീസ് ചെയ്യോ? ഇല്ല. 0 ആണോ? അല്ല, കോൺസ്റ്റന്റ് ആണ്. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിൽ സ്ലോപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ് എന്താണ്? കോൺസ്റ്റന്റ് ആണ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിൽ. കാരണം എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ്, അപ്പൊ അത് കോൺസ്റ്റന്റ് ആണ്. ഇതില് ഏത് അസംഷൻ, വിച്ച് അസംഷൻ ഈസ് ട്രൂ ഫോർ ഇൻഡിഫറൻസ് കർവ്? കൺസ്യൂമേഴ്സ് പ്രിഫർ ലെസ് ടു മോർ, consumers prefer more to less, consumers have unlimited income, goods are free of cost. ഇതിൽ ഏതാണ് in the assumption ശരി എന്നുള്ളതാണ്. കൺസ്യൂമർ പ്രിഫർ മോർ ടു ലെസ് ആണ്. What is the utility derived from a higher indifference curve? Higher indifference curve എന്താണ്? higher utility ആണ്, higher satisfaction ആണ്. അതിൽ ഒരു ഡൗട്ടും ആവശ്യമില്ല. നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞതാണ്. high indifference curve shows higher satisfaction level or higher utility. A vegan, ഇതൊരു എന്താണ്? ആപ്ലിക്കേഷൻ ലെവൽ ആണ്. A vegan consumer will have an indifference curve for meat that is വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, എൽ ഷേപ്ഡ്, കോൺവെക്സ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. വേഗൻ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റ് കൺസ്യൂം ചെയ്യാത്ത ആളാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ച് മീറ്റ് എന്ന് പറയുന്നത് 0 യൂട്ടിലിറ്റി ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ 0 യൂട്ടിലിറ്റി ഗുഡ്സിന്റെ ഇൻഡിഫറൻസ് കർവ് എന്തായിരിക്കും എന്ന് ചിന്തിച്ചാൽ മതി. എന്താണ്? ഹൊറിസോണ്ടൽ ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ഹൊറിസോണ്ടൽ. ഇതുപോലെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഇനി ഇവിടെ ഒരു അസേർഷൻ ടൈപ്പ് ആണ്. ആൻ ഇൻഡിഫറൻസ് കർവ് നെവർ ഇന്റർസെക്ട് അനദർ ഇൻഡിഫറൻസ് കർവ്. അതെന്താണ്? ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്തത്, ഇന്റർസെക്റ്റിംഗ് ഇൻഡിഫറൻസ് കർവ്സ് വുഡ് ഇംപ്ലൈ ദാറ്റ് ദ സെയിം കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ഗീവ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ വിച്ച് ഈസ് ലോജിക്കലി ഇൻകൺസിസ്റ്റന്റ്. ഇവിടെ എന്താണ്? എയും ആറും, അസേർഷനും റീസണും. ഇവിടത്തെ ചോദ്യം എന്താണ്? ഇതില് both A and R are true and R is the correct explanation of A. Both A and R are true, but R is not the correct explanation of A. A is true but R is false. A is false but R is true. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്താണ്? ഇൻഡിഫറൻസ് കർവ് ഇന്റർസെക്ട് ചെയ്യില്ല, അതാണ് അസേർഷൻ. അതിനുള്ള റീസൺ എന്താണ്? അതായത് ഓരോ ഇൻഡിഫറൻസ് കർവും നമ്മളെ കാണിക്കുന്നത് എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ലെവൽസ് ആണ്, അല്ലെ? ഡിഫറെന്റ് പ്രിഫറൻസസ് ആണ്. അതുകൊണ്ടാണ് അത് ഇന്റർസെക്ട് ചെയ്യാത്തത്. അത് തന്നെയല്ലേ ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്ന റീസൺ. ഇന്റർസെക്ടിങ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ കാണിക്കുന്നത്? സെയിം കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ഗീവ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതെന്താണ്? ലോജിക്കലി ഇൻകൺസിസ്റ്റന്റ് ആണ്. അപ്പൊ എന്താണ്? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ, അല്ലേ? ഇനി അടുത്ത ഒരു അസേർഷൻ നോക്കിയേ. എ ഹയർ ഐ സി റെപ്രസെന്റ്സ് എ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ശരിയാണ്. കൺസ്യൂമർ പ്രിഫർ മോർ ഓഫ് ബോത്ത് ഗുഡ്സ് വിച്ച് ലീഡ്സ് ടു ഹയർ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ആസ് റെപ്രസെന്റഡ് ബൈ ഹയർ ഇൻഡിഫറൻസ് കർവ്. ഇതിൽ എന്താണ്? എയും ആറും ശരിയാണ്. അതുപോലെ എ എന്ന് പറയുന്നതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് ആർ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇനി അടുത്ത അസേർഷൻ നോക്കിയേ. ഇൻഡിഫറൻസ് കർവ്സ് ഫോർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആർ സ്ട്രെയിറ്റ് ലൈൻസ്. അതെന്താണ്? ശരിയാണ്. ഫോർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ദ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ഗുഡ്സ് ആർ റിമെയിൻ കോൺസ്റ്റന്റ് ലീഡിങ് ടു എ ലീനിയർ ഇൻഡിഫറൻസ് കർവ്. അത് ശരിയല്ലേ? ആണ്, അല്ലെ? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിന് സ്ട്രെയിറ്റ് ലൈൻ ആവുന്നത് എന്തുകൊണ്ടാണ്? അവ തമ്മിലുള്ള റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റന്റ് ആയിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ എ എന്ന് പറയുന്ന അസേർഷന്റെ റീസൺ ആണ് എന്ത്? ആർ, അല്ലെ? അപ്പോൾ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇനി അടുത്തത് നോക്കി. ഐ സി ഫോർ പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് ആർ കോൺവെക്സ് ടു ദ ഒറിജിൻ. നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം അസർഷൻ തെറ്റാ. പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് ആർ കൺസ്യൂംഡ് ടുഗദർ ഇൻ ഫിക്സഡ് പ്രൊപ്പോർഷൻസ് ലീഡിങ് ടു എൽ ഷേപ്ഡ് ഇൻഡിഫറൻസ് കർവ്. ഇവിടെ എന്താണ്? രണ്ടാമത്തെ റീസൺ ശരിയാണ്, പക്ഷെ അസർഷൻ തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ നോക്കാം. എ ആൻഡ് ആർ ആർ ട്രൂ, അതല്ല. എ ആൻഡ് ആർ ആർ ട്രൂ, അതും അല്ല. A is false but R is true. അപ്പൊ അതാണ് നമ്മുടെ ഓപ്ഷൻ. A is false but R is true. ഇനി സ്ലോപ്പ് ഓഫ് ഐ സി ഈസ് റെഫേർഡ് ടു ആസ് ദ MRS അഥവാ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ആൻഡ് ദ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ മെഷേഴ്സ് ദ റേറ്റ് അറ്റ് വിച്ച് കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു ട്രേഡ് ഓൺ ഗുഡ് ഫോർ അനദർ വൈൽ മെയിൻറ്റെയിനിങ് ദ സെയിം സാറ്റിസ്ഫാക്ഷൻ. ഒരുപാട് വട്ടം പറഞ്ഞതാണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും എന്താണ്? ശരിയാണ്. ഈ അസേർഷന്റെ റീസൺ തന്നെയാണിത്. അപ്പോൾ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ.
അപ്പോൾ നമ്മൾ എന്താണ് ഇനി ഇൻഡിഫറൻസ് കർവിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് പഠിച്ചു, ഇൻഡിഫറൻസ് മാപ്പ് പഠിച്ചു, അതിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു, ഡിഫറെന്റ് ഷേപ്സ് പഠിച്ചു, നമ്മുടെ PYQ അനലൈസ് ചെയ്തു, അതിനോടൊപ്പം നമ്മുടേതായ കുറെ ക്വസ്റ്റ്യൻസും പരിചയപ്പെട്ടു അല്ലെ, പല ടൈപ്പിലുള്ള. അപ്പോൾ ഈ ഒരു ക്ലാസ് കൊണ്ട്, ഈ ക്ലാസ് കഴിയുമ്പോൾ എല്ലാ ആൾക്കാർക്കും ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ നന്നായിട്ട് മനസ്സിലാവുകയും അതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ കേപ്പബിൾ ആണ് എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ.